ഗുഡ് ഈവനിങ്. സ്റ്റാർട്ട് ചെയ്യാനോ വെയിറ്റ് ചെയ്യണോ? ഒരു 2 മിനിറ്റ് സാർ. ഓക്കെ 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 വെയിറ്റ് ചെയ്യാം. സാർ സ്റ്റാർട്ട് ചെയ്തോളൂ. ഓക്കെ, താങ്ക് യു. നമ്മളൊരു ചെറിയ സെഷനാണ്, ഒരു 1 hour സെഷനാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ വളരെ കുറച്ച് സമയം മാത്രം. ഒരു എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂയിലാണ്, ഒരു ഡീറ്റെയിൽ ആയിട്ടൊന്നും ഒരിക്കലും നിങ്ങൾ എക്സ്പെക്ട് ചെയ്യരുത്. ക്യാൻ യു ഹിയർ മീ? സൗണ്ട് ഒക്കെ ഓക്കെ അല്ലേ? ഡീറ്റെയിലേക്ക് പോകുന്നില്ല, ജസ്റ്റ് സൗണ്ട് കേൾക്കാം. ഓക്കെ, സൗണ്ട് കേൾക്കാം. കോഴിക്കോട് ലോ കോളേജ് അല്ലാത്ത കുട്ടികളുണ്ടാവും അല്ലേ? മറ്റു കോളേജ് ഉണ്ടോ? തൃശ്ശൂർ ലോ കോളേജോ പിന്നെ KMCT അല്ലെങ്കിൽ നെഹ്റു കോളേജോ ആരെങ്കിലും ഉണ്ടോ? ഓക്കെ, ഞാൻ സമയം കളയുന്നില്ല, പിന്നെ നേരെ ഇതിലേക്ക് പോവുകയാണ്. ഒറ്റ പോയിന്റുകൾ മുൻകൂർ ജാമ്യം പറഞ്ഞുള്ളൂ. ഡീറ്റെയിൽ ആയിട്ട് പറയാൻ കഴിയില്ല, കാരണം 1 hour സെഷൻ കൊണ്ട് നമുക്ക് അത്രയും ഡീറ്റെയിൽ പോകാൻ കഴിയില്ല. ജസ്റ്റ് ഇങ്ങനെ കൺസെപ്റ്റ് മാത്രം പറയുന്നു. അത്രയും കേസ് ലോയ്സ് ഒന്നും ഡിസ്കസ് ചെയ്യാൻ ഈ ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ക്ലാസ് എടുക്കുമ്പോൾ കഴിയില്ലല്ലോ. ഒന്ന് സ്ലൈഡ് ഓൺ ചെയ്തോട്ടെ. സ്ലൈഡ് ഒന്ന് ഷെയർ ചെയ്യുന്നുണ്ട്. സ്ലൈഡ് കാണുന്നുണ്ടെങ്കിൽ പറയണേ. നിങ്ങൾ പറഞ്ഞാൽ മതി, ഞാൻ മെസ്സേജ് കാണുന്നില്ല. സ്ലൈഡ് കാണുന്നുണ്ട് സാർ. ഓക്കെ ആണ്. താങ്ക് യു. സെക്കൻഡ് ഒന്ന് ഞാനത് സെക്കൻഡ്. ഓക്കെ, യെസ്. ഓക്കെ, ചില പോയിന്റിലേക്ക് പെട്ടെന്ന് വരികയാണ്. സൈബർ ക്രൈം എന്താണ്? ഞാൻ 15 ക്വസ്റ്റ്യൻ ആണ് തയ്യാറാക്കിയിട്ടുള്ളത്. സൈബർ ക്രൈം എന്താണെന്നുള്ളതാണ് ആദ്യം പറയുന്നത്. വാട്ട് ഈസ് സൈബർ ക്രൈം? ഒരുപാട് പ്രാവശ്യം ചോദിച്ചതാണ്. സൈബർ ക്രൈമിന്റെ പല വെറൈറ്റി ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ സൈബർ ക്രൈം എന്താണ്? വാട്ട് ഈസ് സൈബർ ക്രൈം? ഡെഫിനിഷൻ ആണ്: അൺലോഫുൾ ആക്ട്, അത് IPC അല്ലെങ്കിൽ BNSന്റെ ഒഫൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ. അൺലോഫുൾ ആക്ട് അത് കമ്പ്യൂട്ടറോ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ഡിവൈസോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ നെറ്റ്വർക്കോ ഉപയോഗിച്ച് ചെയ്യുകയാണെങ്കിൽ അത്തരം ക്രൈമുകളെ സൈബർ ക്രൈം എന്ന് പറയുന്നു. നമ്മൾ സാധാരണ ചെയ്യുന്ന ക്രൈം, ആ ക്രൈം ചെയ്യാൻ വേണ്ടി കമ്പ്യൂട്ടർ ഡിവൈസസ്, ഇന്റർനെറ്റ്, അതുപോലെ ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ചെയ്യുകയാണെങ്കിൽ അത് സൈബർ ക്രൈമാണ്. പ്രധാനമായിട്ടും ക്യാരക്ടറിസ്റ്റിക്സ്: ഇന്റർനെറ്റ് ഉണ്ടാവും, നെറ്റ്വർക്ക് ഉപയോഗിക്കും, ഡിജിറ്റൽ സിസ്റ്റം ഉപയോഗിക്കും, വളരെ റിമോട്ടായിട്ട് അനോണിമസ് ചെയ്യാൻ പറ്റും, ഡാറ്റയോ സിസ്റ്റത്തെയോ ഇൻഡിവിജ്വലിനെയോ ഒക്കെ ടാർഗറ്റ് ചെയ്യാം. 2 തരം സൈബർ ക്രൈമാണുള്ളത്. ഒന്ന്, കമ്പ്യൂട്ടറുകളെ ടാർഗറ്റ് ചെയ്യുന്ന ക്രിമിനൽ ആക്ടിവിറ്റി. 2, കമ്പ്യൂട്ടർ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്ന ക്രിമിനൽ ആക്ടിവിറ്റി. രണ്ടും സൈബർ ക്രൈം തന്നെയാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ: വാട്ട് ആർ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സൈബർ ക്രൈം? സൈബർ ക്രൈമിലെ വിവിധ ടൈപ്പുകൾ അത് അങ്ങനെ ചോദിച്ചിട്ടുണ്ട്. അതല്ലാതെ ഓരോ ടൈപ്പ്, ഉദാഹരണം സൈബർ ഫിഷിംഗ് എന്താണ്, സൈബർ സ്ക്വാട്ടിംഗ് എന്താണ്, അങ്ങനെ സെപ്പറേറ്റ് ആയിട്ടും ചോദിച്ചിട്ടുണ്ട്. അതെല്ലാം പറയാം. ഒന്ന് സൈബർ ബുള്ളിയിങ് ആണ്. ബുള്ളിയിങ് എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ സംഭവം പോസ്റ്റ് ചെയ്യുന്നു, പേടിപ്പിക്കാനോ കളിയാക്കാനോ ഭീഷണിപ്പെടുത്താനോ പരിഹസിക്കാനോ ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ മൊബൈൽ ഫോണിലോ ലാപ്ടോപ്പിലോ ഇമെയിലോ ആയിട്ട് നിരന്തരം അയച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ, അത് ഒരാളെ നിരന്തരം വേണ്ട, ഒരാളെ പരിഹസിച്ചുകൊണ്ടോ കളിയാക്കിക്കൊണ്ടോ ഭീഷണിപ്പെടുത്തിക്കൊണ്ടോ അയക്കുന്ന മെസ്സേജുകളാണ് സൈബർ ബുള്ളിയിങ് എന്ന് പറയുന്നത്. യെസ്,
അതൊരു റിപ്പീറ്റഡ് ഹറാസ്മെന്റ് ആയിരിക്കും, മിക്കവാറും ഹ്യൂമിലിയേഷൻ ഉണ്ടാവും, ഇമോഷണൽ ഹാം ആണ് ഉണ്ടാകുക. സാമ്പത്തിക നഷ്ടം ഉണ്ടായിക്കോളുന്നില്ല, പക്ഷെ ഇപ്പൊ എന്നെ പറ്റി നിരന്തരം നിങ്ങളൊരു മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുക, എനിക്ക് ഉണ്ടാകുന്ന ഒരു ഇമോഷണൽ ഹാം ആണ് സൈബർ ബുള്ളിങ്. സൈബർ സ്റ്റോക്കിംഗ്, സ്റ്റോക്കിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ക്രിമിനലായി പഠിച്ചിട്ടുണ്ട്, ഒരാളെ നിരന്തരമായിട്ട് ഫോളോ ചെയ്യുന്നതിനാണ് സ്റ്റോക്കിംഗ് എന്ന് പറയുക. സൈബർ സ്റ്റോക്കിംഗ് എന്ന് പറയുമ്പോൾ ഇലക്ട്രോണിക് മീഡിയയിലൂടെ ഫോളോ ചെയ്യുക. നിരന്തരമായി വാട്സപ്പിൽ എനിക്ക് മെസ്സേജ് അയക്കുന്നു, നിരന്തരമായിട്ട് ഇൻസ്റ്റയിൽ എനിക്ക് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നു. ഫോളോ എ പേഴ്സൺ ത്രൂ ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ. അയാളെ കോണ്ടാക്ട് ചെയ്യാൻ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഇയാള് പറഞ്ഞെങ്കിൽ കാരണം ഇയാൾ പലപ്പോഴും ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. ബ്ലോക്ക് ചെയ്യാന്ന് മീൻസ് എനിക്ക് താല്പര്യമില്ല എന്ന് വളരെ വ്യക്തമാണ്, ഡിസ്ഇൻട്രസ്റ്റ് വ്യക്തമായിട്ട് ഷോ ചെയ്തിട്ടുണ്ട്, ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്നിട്ടും നിരന്തരമായി ഫോളോ ചെയ്തുകൊണ്ടിരിക്കുക. ഈ ഒരു കേസിലാണ് മഞ്ജു വാര്യർക്കെതിരെ സൈബർ സ്റ്റോക്കിംഗ് നടത്തിയിട്ട് സനിൽകുമാർ ശശിധരൻ എന്ന് പറയുന്ന സംവിധായകനെ അറസ്റ്റ് ചെയ്തത്. സൈബർ സ്റ്റോക്കിംഗ് ആണ്, കാരണം നിരന്തരമായി മെസ്സേജ് അയക്കുന്നു, അത് പലർക്കും ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് മറ്റൊരാൾക്ക് ഒരു ഫിയറോ ആൻസൈറ്റി ഒക്കെ ക്രിയേറ്റ് ചെയ്യും നിരന്തരം റിപ്പീറ്റ് ചെയ്യുമ്പോൾ. അതിനകത്ത് കീ ഫീച്ചർ തന്നെ റിപ്പീറ്റഡ് കോണ്ടാക്ട് ആണ്, ഒരാളുടെ ഓൺലൈനിലേക്ക് ട്രാക്ക് ചെയ്യാണ്, ത്രെട്ട് ഉണ്ടാവും, ഇന്റിമിഡേഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ റിക്വസ്റ്റ് ആയിരിക്കും, വാട്ട് ഇറ്റ് മേ ബി, മിക്കവാറും ഫേക്ക് പ്രൊഫൈലിലൂടെ വരികയും ചെയ്യും. ഫിഷിംഗ് എന്നുള്ളത് പിന്നെ നമ്മളോട് ആദ്യമായിട്ട് നല്ലൊരു ബന്ധം സൃഷ്ടിക്കും, നല്ലൊരു സ്ഥാപനമാണ്, നല്ലൊരു കമ്പനിയാണ്, നല്ലൊരു ബിസിനസ് സ്ഥാപനമാണൊക്കെ പറഞ്ഞിട്ട് നമ്മളുമായിട്ട് ഒരു ഡോക്ടറാണ് അല്ലെങ്കിൽ പ്രൊഫഷണൽ ആണ് നമ്മൾ നല്ല ബന്ധം സ്ഥാപിക്കും. ബന്ധം സ്ഥാപിച്ച ശേഷം നമ്മുടെ ഇൻഫർമേഷൻ, ക്രെഡിറ്റ് കാർഡിന്റെ അല്ലെങ്കിൽ പാസ്വേഡ്, ഡാറ്റ, CV നമ്പർ ഒക്കെ കളക്ട് ചെയ്യുന്നു. ഇത് ഇഷ്ടംപോലെ നാട്ടിൽ നടക്കുന്നതാണ് ഈ ഫിഷിംഗ് എന്ന് പറയുന്നത്. അപ്പൊ അത് അറിയാതെ കൊടുത്തു പോകും, കാരണം അയാൾ അത്രയും നമുക്കതിനെ വിശ്വസിക്കാൻ പറ്റുന്ന ഒരാളായിരിക്കും. നമ്മൾ വിശ്വസിക്കുന്ന അങ്ങനെ വിശ്വസിപ്പിച്ചിട്ട് അത് ചെയ്യും. അതാണ് ഫിഷിംഗ് എന്ന് പറയുന്നത്. കീ ഫീച്ചേഴ്സ് ഡിസെപ്ഷൻ ആണ്, ചതിയാണ്. അർജൻസി, ഇപ്പൊ പൈസ അയക്കണം, 10 അയക്കണം, 5 അയക്കണം. അത് പലപ്പോഴും ആളുകൾ മറ്റൊരാളുമായിട്ട് കോണ്ടാക്ട് ചെയ്തിട്ട് സംസാരിച്ച് ചെയ്യാൻ അവസരം കൊടുക്കില്ല. പലപ്പോഴും ആളുകൾ പെട്ടെന്ന്, ഞാനിപ്പോ എൻ്റെ ഒരു കേസിനകത്ത് ഞാനൊരു ക്ലയന്റ് 5 പ്രാവശ്യം പൈസ അയച്ചു. ഒരു ലോൺ എടുക്കുകയാണെന്ന് പറഞ്ഞിട്ടാണ് ചോദിക്കുന്നത്. 5 ലക്ഷം പാസ്സായിട്ടുണ്ട് പറഞ്ഞിട്ട് ഇയാളുടെ ഇൻഷുറൻസിന്റെ പൈസ വേണം, GSTയുടെ പൈസ വേണം, തെറ്റായിട്ട് ഇത്ര പൈസ പോയി, അത് നിങ്ങളുടെ അക്കൗണ്ട് നമ്പർ തെറ്റാണ്, ഫൈൻ ഇത്ര പൈസ വേണം. തുടർച്ചയായിട്ട് 1 മണിക്കൂർ 1.5 മണിക്കൂറിൽ 5 പ്രാവശ്യം പുള്ളി പൈസ അയച്ചു. അതായത് 5 lakh ലോൺ എടുത്തിട്ട് ആ ലോൺ പാസ്സായി, ഒക്കെ ഫ്രോഡായിരുന്നു, ലോണൊന്നും അല്ല, ലോൺ പാസ്സായിട്ട് എന്ന് പറഞ്ഞിട്ട് ഈ ചങ്ങാതി 3 ലക്ഷം രൂപ അങ്ങോട്ട് അയച്ചു കൊടുത്തു. അത് വളരെ ഫാസ്റ്റ് ആയിട്ടുണ്ടോ, ഒരു ആലോചിച്ചിട്ട് നമ്മൾ സംസാരിക്കുകയോ വക്കീലിനെ കാണുകയോ ചെയ്യുകയാണെങ്കിൽ അത്ര ഉണ്ടാവില്ല. പക്ഷെ അത് അർജൻസി കാണിക്കും, അത് ഇത്ര സമയത്തിനുള്ളിൽ എല്ലാം ക്യാൻസൽ ആവുന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോ ലെജിറ്റിമേറ്റ് സോഴ്സ് ഇയാളോട് പറഞ്ഞു കഴിഞ്ഞിട്ട് ഇയാൾക്കത് തട്ടിപ്പാണെന്നല്ല ഒരിക്കലും അത് സമ്മതിക്കുന്നത്, ചൂടാവുന്നോട് അയാൾ തട്ടിപ്പല്ല എന്ന് പറഞ്ഞിട്ട്. അതങ്ങനെയാണ്, അവർ വിശ്വസിച്ചു പോകും. ലെജിറ്റിമേറ്റ് സോഴ്സ് ആണ്. ഇൻഫർമേഷൻ തെഫ്റ്റ്, നമ്മൾ ആധാർ മറ്റു രേഖകളൊക്കെ എടുക്കും. അടുത്താണ് ഐഡന്റിറ്റി തെഫ്റ്റ് എന്ന് പറഞ്ഞാൽ ആൾമാറാട്ടം നടത്തും. നമ്മുടെ സിഗ്നേച്ചർ അവരിടുന്നു, നമ്മുടെ ആധാർ കൈക്കലാക്കും അവർ, ആധാറിന്റെ കൈക്കലാക്കിയിട്ട് നമ്മുടെ ഡോക്യുമെന്റ്സ് പലപ്പോഴും കൈക്കലാക്കും. ഈ ലോണുകളൊക്കെ പലപ്പോഴും പാസ്സാക്കാൻ വേണ്ടി ഇത്ര ഡോക്യുമെന്റ്സ് വേണമെന്നുണ്ട്, നമ്മൾ ആ ഡോക്യുമെന്റ്സ് അയച്ചു കൊടുക്കും. നമ്മൾ ഡോക്യുമെന്റ്സ് അയച്ചു കൊടുത്താൽ നമ്മുടെ ഐഡന്റിറ്റി അത് ഉപയോഗിക്കും. നമ്മൾ അത് പല കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം. അതാണ് ഐഡന്റിറ്റി തെഫ്റ്റ് ആണ്. ആൾമാറാട്ടം വരുന്നുണ്ട്, നമ്മുടെ ഇലക്ട്രോണിക് സിഗ്നേച്ചർ ഉപയോഗിക്കുന്നത്, പാസ്വേഡ് ഉപയോഗിക്കുന്നത്, ആധാർ ഒക്കെ അവർ ഉപയോഗിക്കും. അതാണ് ഐഡന്റിറ്റി തെഫ്റ്റ് പറയുന്നത്. സൈബർ സ്ക്വാട്ടിംഗ് എന്ന് പറഞ്ഞാൽ ഡൊമൈൻ നെയിം നമ്മൾ ഉപയോഗിക്കും. നമ്മൾ ഡൊമൈൻ നെയിം വേറെ ഉപയോഗിക്കുന്നു. അത് ഉപയോഗിക്കുമ്പോൾ കുറച്ച് വെച്ചാൽ നമ്മുടെ ഗുഡ് വില്ല് കൂടി അത് കിട്ടും. എന്നിട്ട് അതിനോട് ചേർന്ന് നിൽക്കുന്ന ഐഡന്റിറ്റിക്കലായ ഡൊമൈൻ നെയിം അവർ രജിസ്റ്റർ ചെയ്യും. അപ്പൊ ആളുകൾക്ക് നമ്മുടെ കമ്പനിയുടെ നമ്മൾ ട്രേഡ് മാർക്കിലൊക്കെ ഉണ്ട് ഗുഡ് വില്ല്, അതുപോലെ നമ്മുടെ ഒരു വിശ്വസ്തത, നമ്മുടെ അതുപോലെ സിമിലർ ആയിട്ടുള്ള ഒരു സംഭവം എടുക്കുകയും നമ്മുടെ തുല്യമായിട്ട് നമ്മുടെ ഡൊമൈൻ നെയിം ഇല്ലീഗലായിട്ട് ഉപയോഗിക്കുകയും ചെയ്യുന്നതാണ് സൈബർ സ്ക്വാട്ടിംഗ്. ചൈൽഡ് പോണോഗ്രഫി പറയേണ്ട ആവശ്യമില്ല. ചെറിയ കുട്ടികളെ ഉപയോഗിച്ചുകൊണ്ട് പോണോഗ്രാഫിക് മെറ്റീരിയൽസ് നിർമ്മിക്കുക. CSA എന്ന് പറയും, ചൈൽഡ് സെക്ഷലി അബ്യൂസീവ് മെറ്റീരിയൽ. ചെറിയ കുട്ടികളുടെ ഇമേജ് ഉപയോഗിക്കും, അവരെ സെക്ഷലി എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നതോ അബ്യൂസ് ചെയ്യുന്നതോ ഉപയോഗിക്കും. അത് പബ്ലിഷ് ചെയ്യുന്ന ആൾക്കാരും അത് അപ്ലോഡ് ചെയ്യുന്ന ആൾക്കാരും അത് കാണുന്ന ആളുകളും പണിഷബിൾ ആണ്. യെസ്, ചൈൽഡ് പോണോഗ്രഫി. സൈബർ ഗ്രൂമിംഗ് എന്ന് പറഞ്ഞാൽ ചെറിയ കുട്ടികളുമായിട്ട് ഓൺലൈനിൽ ബന്ധം സ്ഥാപിക്കുക, എന്നിട്ട് ആ പല സൂത്ര വഴിയിലൂടെയോ അല്ലെങ്കിൽ പേടിപ്പിച്ചിട്ടോ സെക്സിലേക്ക് കൊണ്ടുവരിക, സെക്സ് ആക്ട് ചെയ്യുക. അതാണ് സൈബർ ഗ്രൂമിംഗ് എന്ന് പറയുന്നത്. യെസ്, ക്വസ്റ്റ്യൻ നമ്പർ 3.
What are the powers of police officer to investigate as per the provisions of IT Act? IT Act പ്രകാരം ഇത്തരം കേസുകൾ അന്വേഷിക്കാൻ പോലീസ് ഓഫീസറുടെ പവേഴ്സ് എന്താണ്? അത് സെക്ഷൻ 80 IT Act ആണ് പറയുന്നത്. ഡിവൈഎസ്പിക്കാണ്, നോട്ട് ബിലോ ദ റാങ്ക് ഓഫ് ഡിവൈഎസ്പി ആണ്. അദ്ദേഹത്തിന് എല്ലാ സ്ഥലത്തേക്കും പ്രവേശിക്കാം. വാറണ്ട് ആവശ്യം, സൈബർ കേസുകളിൽ വാറണ്ട് ആവശ്യമില്ല. പിന്നെ ഒരാള് കുറ്റം ചെയ്യണമെന്നില്ല, കുറ്റം ചെയ്യാൻ സാധ്യത ഉണ്ടെങ്കിൽ പോലും ഇദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യാനും, നമുക്ക് അറസ്റ്റ് ചെയ്യാൻ നമുക്കറിയാം കോഗ്നൈസബിൾ ഒഫൻസ് ആകുമ്പോഴേ അറസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ ഇത്തരം സൈബർ കേസുകളിൽ അറസ്റ്റ് ചെയ്യാനുള്ള അവകാശം അവർക്കുണ്ട്, എൻട്രി ചെയ്യാനുള്ള അവകാശമുണ്ട്, വാറണ്ട് ആവശ്യമില്ല. മാത്രമല്ല കുറ്റം ചെയ്യണമെന്നില്ല, കുറ്റം ചെയ്യാൻ സാധ്യതയുള്ള സ്ഥലത്ത് പോലും അവർക്ക് അറസ്റ്റ് ചെയ്യാനും എൻട്രി ചെയ്യാനുള്ള അവകാശം ഉണ്ട്. പിന്നെ അവർക്ക് കമ്പ്യൂട്ടർ പിടിച്ചെടുക്കാം, ഡിജിറ്റൽ ഡിവൈസ് പിടിച്ചെടുക്കാം, ഡാറ്റ പിടിച്ചെടുക്കാം. അവർക്ക് പലപ്പോഴും ചെയ്യുന്നതാണ് ടെക്നിക്കൽ എക്സ്പെർട്ടുകളുടെ സഹായം അവർ തേടാം. സിനിമകൾ കണ്ടിട്ടില്ലേ, പല ടെക്നിക്കൽ എക്സ്പെർട്ടിന്റെ സഹായം അവർ പിന്നെ നേടും. അതുപോലെ അത്തരം ആക്ടുകൾ, IT ആക്ട് ഉണ്ട്, CRPC സീഷറൊക്കെ ഉണ്ടെങ്കിൽ, സെർച്ചൊക്കെ ഉണ്ടെങ്കിൽ അവിടെ IT ആക്ട് ആണ് പ്രിവെയിൽ ചെയ്യുക. പിന്നെ വേറെ എന്തെങ്കിലും ആക്ടുമായിട്ട് കോൺഫ്ലിക്ട് ഉണ്ടെങ്കിൽ IT ആക്ട് പ്രിവെയിൽ ചെയ്യും. ക്വസ്റ്റ്യൻ നമ്പർ 4, വാട്ട് ഈസ് സൈബർ ടെററിസം? സൈബർ ടെററിസം എന്ന് പറഞ്ഞാൽ എന്താണ്? സൈബർ ടെററിസം എന്ന് പറഞ്ഞാൽ പിന്നെ ഡിജിറ്റൽ അറ്റാക്ക് ചെയ്യാണ്. പേടി, ഫിയർ, ഹാം ഒക്കെ ഉണ്ടാക്കിയിട്ട് പലപ്പോഴും രാഷ്ട്രീയപരമായ ഉദ്ദേശം കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ ഐഡിയോളജിക്കലുള്ള കാര്യങ്ങളായിരിക്കും, അല്ലെങ്കിൽ മതപരമായിരിക്കും ടെററിസ്റ്റ് കാര്യങ്ങൾ ചെയ്യുക. സൈബർ സംഭവങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്, കമ്പ്യൂട്ടറുകളും മറ്റ് ഇന്റർനെറ്റ് സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ടെററിസം ചെയ്യുന്നതിനെയാണ് സൈബർ ടെററിസം എന്ന് പറയുന്നത്. അതിനകത്ത് പവർ ഗ്രിഡ്, ട്രാൻസ്പോർട്ട് സിസ്റ്റം, ഹോസ്പിറ്റൽ, ക്രിറ്റിക്കലായ ഇൻഫ്രാസ്ട്രക്ചർ നശിപ്പിക്കും, എയർപോർട്ടുകൾ നശിപ്പിക്കും, ഗവൺമെന്റ് നെറ്റ്വർക്കിൽ കയറിക്കൂടും, ഗവൺമെന്റ് ഡിഫൻസ് സിസ്റ്റത്തിൽ കയറിക്കൂടും, സാമ്പത്തിക സ്ഥാപനങ്ങൾ, പ്രൈവറ്റ് കോർപ്പറേഷനിൽ കയറിക്കൂടും. ഇതാണ് അവരുടെ ടാർജറ്റുകൾ സൈബർ ടെററിസത്തിന്റെ. ഉപയോഗിക്കുന്ന മെത്തേഡുകൾ മാൽവെയർ, റാൻസംവെയർ ആൻഡ് വൈറസ്, ഡിനയൽ സർവീസസ്, ഡിസ്ട്രിബ്യൂട്ടർ സർവീസസ് അറ്റാക്ക്, ഫിഷിംഗ് ആൻഡ് ഡാറ്റ ബ്രീച്ചസ്, ഹാക്കിംഗ് ഒക്കെ ചെയ്യുന്നതാണ് അവരുടെ മെത്തഡോളജി. സൈബർ ടെററിസത്തിന്റെ മെത്തഡോളജി അതൊക്കെയാണ്. ദെൻ അവരുടെ ലക്ഷ്യം പേടിപ്പിക്കുക, പേടി പരത്തുക. ഇപ്പൊ എയർപോർട്ടിലൊക്കെ ബോംബ് വെച്ച് കഴിഞ്ഞാൽ ആള് പാനിക്കാവുക, ഫിയർ ഉണ്ടാവുക, നാഷണൽ സെക്യൂരിറ്റി നശിക്കുക, ഒരാൾക്ക് യാത്ര ചെയ്യാൻ പേടിയായിരിക്കുമല്ലോ. അതുപോലെ പൊളിറ്റിക്കൽ ഡിസിഷൻസിനെയും പബ്ലിക് ഒപ്പീനിയനെയും ഇൻഫ്ലുവൻസ് ചെയ്യുക. ഇതൊക്കെയാണ് അവിടെ സൈബർ ടെററിസത്തിന്റെ ഉദ്ദേശം. പണിഷ്മെന്റ് സെക്ഷൻ 66F IT ആക്ടിലാണ് പറയുന്നത്. ഇംപ്രിസൺമെന്റ് ഫോർ ലൈഫ് ആണ്. BNS സൈബർ ടെററിസത്തെക്കാൾ ഉപരി ഒരു ഓർഗനൈസ്ഡ് ക്രൈം എന്ന് പറയുന്ന സെക്ഷൻ 111 ഉണ്ട്. അതിനകത്ത് സൈബർ ടെററിസം വരാം. IT ആക്ട് കൂടാതെ BNS വരുന്ന സെക്ഷൻ 111 ആണ്. അതിനകത്ത് അവിടെ സൈബർ ടെററിസം മാത്രമല്ല, മൊത്തത്തിൽ കുറെ വിഷയങ്ങളുണ്ട്. ഒന്നിച്ചാൽ ഓർഗനൈസ്ഡ് ക്രൈം എന്നാണ് പറയുക. ആ ഓർഗനൈസ്ഡ് ക്രൈം വരുമ്പോൾ 5 years, നോട്ട് ബിലോ 5 years ലൈഫ് ഇംപ്രിസൺമെന്റ് വരെ പോവുകയും ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്പർ 5, വാട്ട് ഈസ് ദ ലയബിലിറ്റി ഓഫ് സർവീസ് പ്രൊവൈഡർ ഇൻ കേസ് ഓഫ് സൈബർ ക്രൈം? സൈബർ ക്രൈമിന്റെ കേസിൽ സർവീസ് പ്രൊവൈഡറുടെ ലയബിലിറ്റി എന്താണ്? അത് പിന്നെ സെക്ഷൻ 79 IT ആക്ട് ആണ് പറയുന്നത്. സർവീസ് പ്രൊവൈഡർ ലയബിലിറ്റി സെക്ഷൻ 79 പറയുന്നു. അത് ആർക്കൊക്കെ ബാധിക്കാണ്? ഇന്റർമീഡിയറ്റ്സിനെല്ലാം അത് ബാധകമാണ്. ISP, വെബ് ഹോസ്റ്റ്, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം, അതൊക്കെ അവർക്ക് ബാധകമാണ്. എപ്പോഴാണ് പിന്നെ ലയബിലിറ്റി ഒഴിവാവുക? പിന്നെ അവര് മോഡിഫൈ ചെയ്ത ജസ്റ്റ് ഡാറ്റ മാത്രം സബ്മിറ്റ് ചെയ്യുന്നു, അവര് ഡ്യൂ ഡെലിജൻസ് പാലിക്കുന്നു, ഗവൺമെന്റ് ഗൈഡ് ലൈൻസ് എല്ലാം പാലിക്കുന്നു. അതുപോലെ പിന്നെ അവര് മാറ്റങ്ങൾ വരുത്താനോ സെലക്ട് ചെയ്യാനോ ഒന്നും ശ്രമിക്കാതെ നിൽക്കുകയാണ് എങ്കിൽ, പിന്നെ എപ്പോഴാണ് ലയബിലിറ്റി വരിക? അൺലോഫുൾ കണ്ടന്റ് വന്നാൽ അവർ ഡിസേബിൾ ചെയ്യുന്നില്ല, അൺലോഫുൾ കണ്ടന്റ് വന്നാൽ അവരൊന്നും ചെയ്യുന്നില്ല എങ്കിൽ അത് അവർക്ക് ലയബിലിറ്റി വരും. അതുപോലെ ഈ സൈബർ ക്രൈമിൽ ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ നടത്തുകയാണെങ്കിൽ വരും. അതുപോലെ ഗവൺമെന്റ് നിർദ്ദേശിച്ച ഒരുപാട് സെക്യൂരിറ്റി പ്രാക്ടീസ് ഉണ്ട്, ആ പ്രാക്ടീസ് നെഗ്ലിജൻസ് ഉണ്ടെങ്കിലും അവർക്ക് ഉത്തരവാദിത്വം വരും. എന്താണ് ഡ്യൂ ഡെലിജൻസ് റിക്വയർമെന്റ്? നേരത്തെ ഡ്യൂ ഡെലിജൻസ് റിക്വയർമെന്റ്സ് പറഞ്ഞു. അത് അവരുടെ പ്രൈവസി പോളിസി ഉണ്ടായിരിക്കണം, യൂസർ അഗ്രിമെന്റ് ഉണ്ടായിരിക്കണം, ഗ്രീവൻസ് റെഡ്രസൽ മെക്കാനിസം ഉണ്ടായിരിക്കണം.
അതുപോലെ ലോ എൻഫോഴ്സ്മെന്റ് ഏജൻസിയെ സപ്പോർട്ട് ചെയ്യണം വെൻ ലീഗലി മാൻഡേറ്റഡ്. നിയമപ്രകാരം ആവശ്യമുണ്ടാകുന്ന സമയത്ത് ലോ എൻഫോഴ്സ്മെന്റ് ഏജൻസിയെ സപ്പോർട്ട് ചെയ്യാൻ തയ്യാറാവണം. ക്വസ്റ്റ്യൻ നമ്പർ 6. ഇത്രയും 5 ക്വസ്റ്റ്യൻ പറഞ്ഞത് സൈബർ ക്രൈമുമായി ബന്ധപ്പെട്ടാണ്. നേരത്തെ പറഞ്ഞ 5 ക്വസ്റ്റ്യൻ ശേഷം 30ഓളം സ്ലൈഡുകൾ ഞാൻ 5 ക്വസ്റ്റ്യൻ ആയിട്ട് സൈബർ ക്രൈമിലാണ് പറഞ്ഞത്. ഇനി ഡിഫമേഷനിലേക്ക് വരികയാണ്. ഡിസ്കസ് ഡിഫമേഷൻ അണ്ടർ സെക്ഷൻ 499 IPC 49 IPC. ഇത് സെക്ഷൻ BNS മാറി പറയാം, പക്ഷെ ക്വസ്റ്റ്യനിൽ ഇതായിട്ടുണ്ടായിരുന്നത്. യെസ്, നമുക്ക് ഒരാളെ അപമാനിക്കുന്ന രൂപത്തിലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ വാക്കാലോ എഴുത്തിലോ ഒരാളെ മോശമാക്കുന്ന രൂപത്തിൽ ഉള്ള അപമാനിക്കുന്ന രൂപത്തിലുള്ള വാക്കോ എഴുത്തോ വാക്കുകൾ, ഒരു ചിഹ്നങ്ങൾ, സൈന് ഒക്കെ മതി. അതിന്റെ ഉദ്ദേശം എന്താണ്? ഒരാളുടെ റെപ്യൂട്ടേഷൻ, ഒരാളുടെ പ്രോപ്പർട്ടിയാണ്. ആ റെപ്യൂട്ടേഷനെ ബാധിക്കുന്ന രൂപത്തിലുള്ള നിങ്ങളുടെ ഒരു ആംഗ്യമോ വാട്സപ്പിൽ മെസ്സേജോ ഒരു സൈനോ ഒരു ചിഹ്നമോ ഒരു ഇമോജിയോ ഒരു വേർഡോ ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം വേറൊരാളെ ഡിഫെയിം ചെയ്യുന്ന, അപകീർത്തിപ്പെടുത്തുന്നുണ്ടെങ്കിൽ അത് ഡിഫമേഷനാണ്. അത് മനസ്സിലുണ്ടായാൽ പോരാ, പുറത്ത് വരണം, പബ്ലിഷ് ചെയ്യണം. പബ്ലിഷ് എഴുതണമെന്നില്ല, വാക്കാൽ പറഞ്ഞാൽ മതി. ഒരു വ്യക്തിയുമായി ബന്ധപ്പെട്ടായിരിക്കണം. ആ വ്യക്തി ജീവിച്ചിരിക്കുന്നു, മരിച്ച ആളും ആവാം, മരിച്ച ആൾക്കും അവകാശങ്ങളുണ്ട്. അത് അറിഞ്ഞുകൊണ്ടായിരിക്കണം, നോളജ് ഉണ്ടായിരിക്കണം. അത് പറഞ്ഞു കഴിയുമ്പോൾ അയാളെ ബാധിക്കും, അയാളുടെ റെപ്യൂട്ടേഷനെ ബാധിക്കുമെന്ന ഉദ്ദേശത്തോടു കൂടി ചെയ്യണം. എന്തൊക്കെ തരത്തിലുണ്ട്? ലിബലുണ്ട്, സ്ലാൻഡർ ഉണ്ട്. ലിബൽ എന്ന് പറഞ്ഞാൽ റിട്ടൺ ഫോം ഓഫ് ഡിഫമേഷൻ ആണ്. സ്ലാൻഡർ എന്ന് പറഞ്ഞാൽ സ്പോക്കൺ വേർഡ്സ് ആണ് സ്ലാൻഡർ എന്ന് പറയുന്നത്. എക്സ്പ്ലനേഷൻ 1 499 IPC ആണ്, BNS 356 ആണ്. എക്സ്പ്ലനേഷന് പിന്നെ ഒരാളുടെ ഫാമിലിയെയോ അയാളുടെ റെപ്യൂട്ടേഷനോ അയാളുടെ ഫാമിലി റെപ്യൂട്ടേഷനോ ബാധിക്കുകയാണെങ്കിൽ പണിഷബിൾ ആണ്. ഡിഫമേഷൻ ഒരു വ്യക്തിയെ മാത്രമല്ല, ഡിഫമേഷൻ കമ്പനിക്കും ഫയൽ ചെയ്യാം, അസോസിയേഷനും ഫയൽ ചെയ്യാം. ഉദാഹരണം, എന്റെ സംഘടന, ഞാൻ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകനാണെന്ന് വിചാരിച്ചോളൂ, എന്റെ സംഘടനയെ മോശമാക്കി കഴിഞ്ഞാൽ സംഘടനയ്ക്ക് വേണ്ടിയിട്ട് എനിക്ക് ഡിഫമേഷൻ ഫയൽ ചെയ്യാം, വ്യക്തി മാത്രമല്ല. പിന്നെ ആ 3ാമത്തെ എക്സ്പ്ലനേഷനിൽ നിങ്ങൾ പറയുന്ന പ്രവൃത്തി, നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി, നിങ്ങൾ എഴുതിയ പ്രവൃത്തി മറ്റുള്ളവരുടെ മുമ്പിൽ എന്നെ താഴ്ത്തി കിട്ടുന്നതായിരിക്കണം. പിന്നെ ചിലപ്പോൾ പറഞ്ഞ തമാശക്ക് പറഞ്ഞതാണ്, തമാശക്ക് പറഞ്ഞതാലും ചിലപ്പോൾ പരിഹാസമായിരിക്കും, ഒരു സർക്കാസമായിരിക്കും, ഒക്കെ ആയിരിക്കും. പക്ഷെ അതാണെങ്കിലും മറ്റൊരാളെ പേര് മോശമാണ്, തമാശക്ക് പറഞ്ഞതാണെങ്കിൽ പോലും മറ്റൊരാളുടെ പേര് താഴ്ത്തി കിട്ടുന്ന രൂപത്തിലാണെങ്കിൽ അത് ഡിഫമേഷൻ ആണ്. ഡിഫമേഷന്റെ പണിഷ്മെന്റ് 357 BNS പറയുന്നു. സിമ്പിൾ ഇംപ്രസ്മെന്റ് അപ് ടു 2 years, 2 വർഷം വരെ സിമ്പിൾ ഇംപ്രസ്മെന്റ് ആണ്, ഫൈൻ അല്ലെങ്കിൽ 2 കൂടി വരാം. എപ്പോഴൊക്കെയാണ് ഡിഫമേഷന്റെ എക്സെപ്ഷൻ? ഇത് 2 രൂപത്തിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം. ഡിഫമേഷന്റെ എക്സെപ്ഷൻ എന്താണ്, അല്ലെങ്കിൽ ഡിഫമേഷന്റെ ഡിഫൻസസ്, എപ്പോഴൊക്കെ ഡിഫമേഷൻ ആവില്ല? പറയുന്ന സത്യമാണെങ്കിൽ. ഉദാഹരണമായിട്ട് ഒരു വ്യക്തി അഴിമതിക്കാരനാണെന്ന് ഞാൻ പറയുന്നു, അയാൾ അഴിമതിക്കാരനാണ് ഞാൻ പറയുന്നു. അപ്പൊ പത്രത്തിൽ ഞാൻ ഫേസ്ബുക്കിൽ എഴുതുന്നു ഇദ്ദേഹം അഴിമതിക്കാരനാണ്. അപ്പൊ എന്നോട് ചോദിക്കുമ്പോൾ ഞാൻ പറയുന്നു ഇദ്ദേഹം അഴിമതി നടത്തിയിട്ട് പിടിക്കുകയും കോടതിയിൽ അതേ ശിക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട്. ട്രൂത്താണ്, പറയാം. അല്ലെങ്കിൽ ഫെയർ കമന്റ്, ഇപ്പൊ മമ്മൂട്ടിക്ക് ഡാൻസ് അറിയില്ല എന്ന് ഞാൻ പറഞ്ഞാൽ അത് കേസ് കൊടുക്കാൻ പറ്റില്ല, അത് കമന്റ് ആണ്. അത് ഈ പുസ്തകം വളരെ മോശമാണ്, ചവറാണ് ഞാൻ പറഞ്ഞ കമന്റ് ആണ്. അതുപോലെ പ്രിവിലേജ് എന്ന് പറഞ്ഞാൽ നിയമസഭയിൽ പറയാം, നിയമസഭയിൽ പറഞ്ഞാൽ കേസ് കൊടുക്കാൻ പറ്റില്ല, പാർലമെന്റ് പറഞ്ഞാൽ കേസ് കൊടുക്കാൻ പറ്റില്ല. അങ്ങനെ പ്രിവിലേജുള്ള സ്ഥലങ്ങളുണ്ട്. നിയമസഭയിൽ ഒരു മന്ത്രി അഴിമതിക്കാരാണെങ്കിൽ മന്ത്രി കേസ് കൊടുക്കാൻ പറ്റില്ല, മന്ത്രിക്ക് ഇതേ പറയാൻ പറ്റുള്ളൂ. ധൈര്യം ഉണ്ടെങ്കിൽ പുറത്തുപോയി പറയാൻ പറ്റുമായിരിക്കും മന്ത്രി, കൺസെന്റ്, സമ്മതം ഉണ്ടെങ്കിൽ. ഞാനിതിൽ ക്ലാസ് കേൾക്കുന്ന ഒരാളോട് ഞാൻ നിന്നെ കുറിച്ച് ഇങ്ങനെ പറയട്ടെ, ഇതൊക്കെ സമ്മതിക്കുകയാണെങ്കിൽ പറയാം. പിന്നെ എൻ്റെ ഒപ്പീനിയൻ, ബോണഫൈഡ് ആയിട്ട് എൻ്റെ ഒപ്പീനിയൻ അതാണ്, ഈ വ്യക്തി അത്ര ക്വാളിഫൈഡ് അല്ല, ഈ വ്യക്തിക്ക് അത്ര കഴിവില്ല, അങ്ങനത്തെ ഒപ്പീനിയൻ വരാം, അത് പ്രശ്നമില്ല. ക്വസ്റ്റ്യൻ നമ്പർ 7. അനലൈസ് ദ സാലിയൻ ഫീച്ചേഴ്സ് ഓഫ് തെഫ്റ്റ്, എക്സ്റ്റോർഷൻ, റോബറി, ഡക്കോയിറ്റി. 4 കാര്യങ്ങളാണ്. തെഫ്റ്റ് ഇത് ഒന്നിച്ച് ചോദിക്കാം, അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് തെഫ്റ്റ് ഓരോന്നോരോന്നും ചോദിക്കാം. തെഫ്റ്റ്, എക്സ്റ്റോർഷൻ, റോബറി ആൻഡ് ഡക്കോയിറ്റി. തെഫ്റ്റ് സെക്ഷൻ 303 ആണ് BNS. പിന്നെ തെഫ്റ്റിന് ശ്രദ്ധിക്കേണ്ട കാര്യം മൂവബിൾ പ്രോപ്പർട്ടി ആയിരിക്കണം, വേറൊരാളുടെ കയ്യിലുള്ള പ്രോപ്പർട്ടി ആയിരിക്കണം, അയാൾ സമ്മതം ഉണ്ടായത്. എടുത്ത് വീട്ടിൽ കൊണ്ടുവരണമെന്നില്ല, അത് അവിടുന്ന് മൂവ് ചെയ്യണം. ഉദാഹരണമായിട്ട് നിങ്ങളുടെ പിന്നെ വീട്ടിൽ ഞാൻ വന്നു, വീട്ടിൽ വന്നിട്ട് നിങ്ങളുടെ മൊബൈലിൽ കണ്ടു, നിങ്ങളുടെ മൊബൈൽ അവിടെ എടുത്തിട്ട് അവിടെ തന്നെയുള്ള സോഫയുടെ സൈഡിലേക്ക് മാറ്റിച്ചു, പിന്നെ എടുക്കാൻ വേണ്ടിയാണ്.
തെഫ്റ്റാണ്. ഞാൻ കൊണ്ടുപോയോ ഇല്ല എന്നുള്ള വിഷയമല്ല. ആ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് മാറ്റിയെങ്കിൽ അത് തെഫ്റ്റാണ്. അപ്പോൾ 5 കണ്ടീഷനാണ്. ഒന്ന്, ഇമ്മൂവബിൾ പ്രോപ്പർട്ടി തെഫ്റ്റ് ഇല്ല, ഓൺലി മൊബൈൽ പ്രോപ്പർട്ടിയെ തെഫ്റ്റ് ഉള്ളൂ. ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഡിസോണസ്റ്റ് ഇന്റൻഷൻ ആണ്. ഞാൻ മൊബൈൽ വീട്ടിൽ കൊണ്ടുപോയാലും തെഫ്റ്റ് അല്ല, കാരണം എനിക്ക് മൊബൈൽ ഇയാൾക്ക് തിരിച്ചു കൊടുക്കാനുള്ള ഉദ്ദേശത്തിൽ കൊടുക്കുകയാണെങ്കിൽ തെഫ്റ്റ് അല്ല. അവിടെ ഇന്റൻഷൻ വളരെ പ്രധാനപ്പെട്ടാണ്. കൺസെന്റോടെ കൊണ്ടുവന്ന തെഫ്റ്റ് അല്ല, അയാളുടെ കൺസെന്റ് ഇല്ലാതിരിക്കണം. 5 പോയിന്റാണ്. ഫിസിക്കൽ മൂവ്മെന്റ്, ആ സാധനം ഒത്തിരിയെങ്കിലും മാറ്റണം. പിന്നെ മറ്റൊരാളുടെ കൈകളുടെ സാധനം ആയിരിക്കണം. ഇതാണ് 5 ഇൻഗ്രീഡിയന്റ് തെഫ്റ്റിനുള്ള. പണിഷ്മെന്റ് 3 years ആണ്, ഫൈൻ ഓർ ബോത്ത് ആണ് തെഫ്റ്റിനുള്ള. എക്സ്റ്റോർഷൻ എന്ന് പറഞ്ഞാൽ നമ്മളൊരാളെ ഭീഷണിപ്പെടുത്തിയിട്ട് പേടിപ്പിച്ചിട്ട് അയാൾ നമുക്ക് തരികയാണ്, ബലം പഴയൊന്നുമില്ല. ഞാൻ പറയുകയാണെങ്കിൽ സാധനം തന്നിട്ടില്ലെങ്കിൽ അതിനെക്കുറിച്ച് ഞാനൊരു നിന്റെ ഒരു ഫേസ്ബുക്കിൽ സാധനം ഇടും എന്ന് പറയുന്നു. എക്സ്റ്റോർഷനാണ്. അപ്പോൾ അയാൾ തന്നെ തരികയാണ് നമുക്ക്, പക്ഷെ അയാൾ പേടിച്ചിട്ട് തരുന്നത്. ഒരു ഇഞ്ചുറി അയാൾക്ക് തന്നിട്ടില്ലെങ്കിൽ അയാൾക്ക് ഇഞ്ചുറി ഉണ്ടാവും എന്നുള്ള പേടി കൊണ്ടാണ് അയാൾ തരുന്നത്. അത് എക്സ്റ്റോർഷനാണ്. അപ്പൊ അയാൾ തന്നെ പ്രോപ്പർട്ടി നമുക്ക് തരുന്നു, പക്ഷെ ഒരു ഭയപ്പെടുത്തിയിട്ട് വാങ്ങുന്നു. അവിടെ ചിലപ്പോൾ റിയൽ ഇഞ്ചുറി ഒന്നും ആവില്ല, ഭാവിയിൽ ഇങ്ങനെ സംഭവിക്കാൻ സാധ്യത ഉണ്ടെന്ന് പറഞ്ഞാൽ മതി. പക്ഷേ ഞാൻ തരാൻ അയാൾ നിർബന്ധിതനാവണം. പിന്നെ അത് ആധാരമാകാം, വസ്തുക്കളാവാം, ഡോക്യുമെന്റ് ആവാം, പിന്നെ പലതും ആവാം, ഒപ്പിടിക്കുന്നതായിരിക്കൊക്കെ വരാം. അത് അയാൾ തന്നെ ചെയ്യുന്നത്. നമ്മൾ തെഫ്റ്റ് പറഞ്ഞാൽ ഉടമസ്ഥൻ ചെയ്യുന്നതല്ല, നമ്മൾ ചെയ്യുന്നതാണ് തെഫ്റ്റ്. പക്ഷെ ഇത് ഉടമസ്ഥൻ തന്നെ ചെയ്യുകയാണ്. പക്ഷെ അതിനുള്ളിലൊരു ഭീഷണി എന്താ സാധനം ഉണ്ടെങ്കിൽ അത് എക്സ്റ്റോർഷനാണ്. പിന്നെ പൈസ തന്നിട്ടില്ലെങ്കിൽ നിങ്ങളെ കുറിച്ച് ഞാൻ യൂട്യൂബിൽ സാധനം ചെയ്യും, എക്സ്റ്റോർഷനാണ്. ഈ പ്രോമിസറി നോട്ട് നിങ്ങൾ സൈൻ ചെയ്യണം, നിർബന്ധമാണ്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ദൂരവ്യാപകമായ ദുരന്തങ്ങൾ ഉണ്ടാവും. എക്സ്റ്റോർഷനാണ്. പിന്നെ നിങ്ങൾ ഈ അഗ്രികൾച്ചർ ഈ സാധനങ്ങൾ എനിക്ക് കൈമാറണം, ഭീഷണിപ്പെടുത്തുന്നു, അപ്പൊ കൈമാറുന്നു. അതാണ് എക്സ്റ്റോർഷൻ. പണിഷ്മെന്റ് 7 years ആണ്. നോക്കൂ, തെഫ്റ്റിന് 3 years ആണ്, എക്സ്റ്റോർഷന് 7 years ആണ്, ഫൈൻ ഉണ്ടാവും. റോബറി എന്ന് പറഞ്ഞാൽ കവർച്ച. റോബറി പറഞ്ഞാൽ പിടിച്ചു പറിക്കുകയാണ് നമ്മൾ വാങ്ങുന്നത്. തെഫ്റ്റിലെ ആൾ അറിയാതെ ചെയ്യുന്നു, എക്സ്റ്റോർഷനിൽ അയാൾ തന്നെ നമുക്ക് തരുന്നു. റോബറി പറഞ്ഞാൽ രണ്ടും കൂടി ചേർന്നാണ്. അതിന്റെ അപ്പുറത്തേക്ക് ഭീഷണിപ്പെടുത്തിയിട്ട് പിടിച്ചു വാങ്ങാണ്. തെഫ്റ്റും വരുന്നുണ്ട്, അല്ലെങ്കിൽ എക്സ്റ്റോർഷനും വരുന്നുണ്ട്. പിന്നെ പേടിപ്പിക്കണം, ഒന്നുകിൽ കൊല്ലുന്ന പറയുന്നു, ഹർട്ട് ഉണ്ടാക്കും, അല്ലെങ്കിൽ പിന്നെ റോങ്ഫുൾ തടഞ്ഞു വെക്കും, പിടിച്ചു വെക്കും എന്ന് പറയുന്നു. ഒരു പേടിപ്പിച്ചിട്ട് അയാളിൽ നിന്ന് പിടിച്ചു വാങ്ങുന്നതിനാണ് റോബറി എന്ന് പറയുന്നത്. അതിനകത്ത് എന്തൊക്കെ വരാം? തെഫ്റ്റോ എക്സ്റ്റോർഷനോ ഒന്ന് വരാം, പ്ലസ് വയലൻസ് വരാം. അല്ലെങ്കിൽ വയലൻസ് നേരിട്ടില്ലെങ്കിൽ പോലും ഭീഷണി ഉണ്ടായാലും മതി. ഇമ്മീഡിയറ്റ് ഭാവിയുള്ള ഭീഷണിയാണെങ്കിൽ എക്സ്റ്റോർഷനേ വരുള്ളൂ. പെട്ടെന്നുള്ള ഭീഷണിയാണ് പിന്നെ ഈ റോബറി വരുന്നത്. ഇൻസ്റ്റന്റ് ഇഞ്ചുറിയാണ്. പിന്നെ അവിടെയും മൊബൈൽ പ്രോപ്പർട്ടിയാണ് റോബറി വരുന്നത്. അടുത്ത റോബറി എക്സാമ്പിൾ, കത്തി കാണിച്ചിട്ട് പേഴ്സ് വാങ്ങുന്നു, റോബറിയാണ്. പിന്നെ നിങ്ങളുടെ കയ്യിലുള്ള വാല്യബിൾ ആയ സാധനങ്ങളെല്ലാം എനിക്ക് തരണം എന്ന് പറയുന്നു, റോബറിയാണ്. പിന്നെ ഒരാളെ കുത്തിയിട്ട് ഒരാളെ അപകടപ്പെടുത്തിയിട്ട് ചവിട്ടിയിട്ടോ കുത്തിയിട്ടോ നിങ്ങൾ അയാളുടെ സാധനങ്ങൾ വാങ്ങിയിട്ട് പിന്നെ രക്ഷപ്പെടുന്നു, സാധനങ്ങൾ വാങ്ങുന്നു, കൊണ്ടുപോകുന്നു, അതൊക്കെ റോബറിയാണ്. പണിഷ്മെന്റ് 10, തെഫ്റ്റ് 3, പിന്നെ ഡെക്കോയിറ്റ് 7, റോബറി 10 years ആണ് റോബറിയുടെ പണിഷ്മെന്റ്. ഡെക്കോയിറ്റ് എന്ന് പറഞ്ഞ സെക്ഷൻ 311 BNS ആണ്. റോബറി തന്നെയാണത്. റോബറിയിൽ 5 ആളിലോ 5-5 കൂടിക്കഴിഞ്ഞാൽ ഡെക്കോയിറ്റ്, കവർച്ച തന്നെയാണ്. ആളുടെ എണ്ണം മാത്രമേ വ്യത്യാസമുള്ളൂ. 5 കൂടുതൽ ആളുകൾ ചെയ്താൽ കൂട്ടക്കവർച്ചയായി, ഡെക്കോയിറ്റ് ആയി. 5 or more persons jointly commit, അതാണ് ഡെക്കോയിറ്റ് എന്ന് പറയുന്നത്. പിന്നെ എല്ലാവരും ഒരേപോലെ പ്രവർത്തിക്കുന്ന ഒരാളെ നോക്കിയിരുന്നാലും മതി, അപ്പോഴും അത് അയാൾ പെടും. മിനിമം 5 ആൾ വേണം. എല്ലാവർക്കും കൂടി പരസ്പര ധാരണ ഉണ്ടാവണം. ആക്റ്റീവ് പാർട്ടിസിപ്പേഷനോ അല്ലെങ്കിൽ വെറുതെ നോക്കിയിരുന്നാലും മതി. പിന്നെ അത് റോബറിന്റെ മുകളിലുള്ള ഒരു അവസ്ഥയാണ് ലൈഫ് ഇംപ്രിസൺമെന്റ്. നമുക്ക് 3, 7, 10 പിന്നെ ലൈഫ് ഇംപ്രിസൺമെന്റ് അപ് ടു 10 years. ജീവപര്യന്തം വന്നു. ഒന്ന് ജീവപര്യന്തം അല്ലെങ്കിൽ 10 years. യെസ്. Question number 7. Explain wrongful restraint and wrongful confinement. Wrongful restraint, wrongful confinement. Wrongful restraint, section 126 BNS. അയാൾ ഒരു വഴിയിലൂടെ പോകാൻ സമ്മതിക്കുന്നില്ല. ഇപ്പൊ ലോ കോളേജിൽ നിന്ന് എന്നെ നിങ്ങൾ ക്യാൻറ്റീനിലേക്ക് പോകാൻ ഒരു വഴിയിലൂടെ ക്യാൻറ്റീനിലേക്ക് പോകാൻ നോക്കുമ്പോൾ നിങ്ങൾ തടഞ്ഞു, ഈ വഴി പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ റോങ്ഫുൾ റെസ്ട്രെയിൻറ്റ്.
എന്ന് വെച്ചാൽ എനിക്ക് വേറെ ഒരുപാട് വഴി കൂടെ പോകാം, കാനിയിലേക്ക് വേറെ വഴിയുണ്ട്. അപ്പൊ ആ വഴി പോകാൻ പറ്റില്ല, നിങ്ങൾ വേറെ വഴി കൂടെ പോയിക്കോ പറഞ്ഞാൽ റോങ്ഫുൾ റെസ്ട്രെയിൻറ്റ്. ഒരു വഴിക്കും പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ റോങ്ഫുൾ കൺഫൈൻമെന്റ്. ഒരു വഴിക്കും. അപ്പൊ എന്നെ പ്രിൻസിപ്പൾ മുറിയിട്ട് നിങ്ങൾ പൂട്ടിയിടുന്നു, ദാറ്റ് ഈസ് റോങ്ഫുൾ കൺഫൈൻമെന്റ് ആണ്. ഒരു വഴി അടച്ചിടുന്നു, അത് റോങ്ഫുൾ റെസ്ട്രെയിൻറ്റ് ആണ്. അപ്പോൾ റോങ്ഫുൾ റെസ്ട്രെയിൻറ്റ് 126 എന്ന് പറഞ്ഞാൽ പിന്നെ പ്രിവെന്റ് പേഴ്സൺ ഫ്രം പ്രൊസീഡിങ് ഇൻ എനി ഡയറക്ഷൻ. ഒരു വഴിക്ക് ഒരു വഴി മാത്രം തടഞ്ഞു വെക്കുന്നു. നിങ്ങൾക്ക് വേറെ വഴിയൊക്കെ ഉണ്ട്, അതാണ് റോങ്ഫുൾ റെസ്ട്രെയിൻറ്റ്. ഒരു പബ്ലിക് എന്താ പിന്നെ ഇല്ലസ്ട്രേഷൻ, എ ബിൽഡ് എ വാൾ അക്രോസ് എ പാത്ത്. ഒരു വഴിയിൽ മതിലെട്ടി, നിങ്ങൾക്ക് പോകാനുള്ള വഴിയാണ്, അത് റോങ്ഫുൾ റെസ്ട്രെയിൻറ്റ് ആണ്. നിങ്ങൾക്ക് പോകുന്ന വഴിയിൽ അയാൾ മതിലെട്ടി, നിങ്ങൾക്ക് ആ മതിലില്ല അല്ലാതെ വേറെ പോവാം, പക്ഷേ ദാറ്റ് ഈസ് റോങ്ഫുൾ റെസ്ട്രെയിൻറ്റ്. പിന്നെ ഒരു പശുവിനെ കൊണ്ടേ കെട്ടി, നിങ്ങൾക്ക് ആ വഴി പോകാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ പോത്തിനെ കൊണ്ടേ കെട്ടി, ആ വഴി പോകാൻ പറ്റുന്നില്ല, റോങ്ഫുൾ റെസ്ട്രെയിൻറ്റ് ആണ്. പിന്നെ പണിഷ്മെന്റ് 126 BNS പറയുന്നു, സിമ്പിൾ ഇംപ്രസ്മെന്റ് ആണ്, അത് 1 month വരെ പോകാം. പിന്നെ ഫൈൻ 5000 രൂപ വരെ വരാം. 126 ഇതാണ് റോങ്ഫുൾ റെസ്ട്രെയിൻറ്റ്. റോങ്ഫുൾ കൺഫൈൻമെന്റ് പറഞ്ഞാൽ ഒരാളെ ഒരു വഴിക്കും പോകാൻ സമ്മതിക്കാതെ ബ്ലോക്ക് ചെയ്യുന്നു, മുറിയിട്ട് പൂട്ടുന്നു, ബ്ലോക്കാണ്. അല്ലെങ്കിൽ ഗൊരാവ് ചുറ്റും മുദ്രാവാക്യം വിളിച്ചിരിക്കുന്നു. ഞാൻ എക്സാമിനിറ്റി നടത്താൻ വേണ്ടി പോകുമ്പോൾ അതിൽ 10 പിള്ളേർ വഴിക്കുന്നുണ്ട്, സാറേ എങ്ങോട്ടും പോകില്ല എന്ന് പറയുന്നു, അപ്പോൾ എങ്ങോട്ടും പോകാൻ പാടില്ല എന്ന് പറയുന്നു, എനിക്ക് പോകാൻ വഴിയില്ല, അതാണ് റോങ്. അപ്പോൾ ഗൊരാവൊക്കെ റോങ്ഫുൾ കൺഫൈൻമെന്റ് ആണ്. അപ്പോൾ പിന്നെ മസ്റ്റ് പ്രിവെന്റ് ദ പേഴ്സൺ ഫ്രം പ്രൊസീഡിങ് ബിയോണ്ട് സർക്കംസ്ക്രൈബ്ഡ് ലിമിറ്റ്. ഗൊരാവൊക്കെ പറയും, ഈ ഞങ്ങൾ 10 ആൾ നിൽക്കുന്നുണ്ട്, ഇതിനപ്പുറം സാറ് പോകാൻ പാടില്ല എന്ന് പറയുന്നത് റോങ്ഫുൾ കൺഫൈൻമെന്റ് ആണ് ഗൊരാവൊക്കെ. പണിഷ്മെന്റ് റോങ്ഫുൾ റെസ്ട്രെയിനോട് പറഞ്ഞത് 1 month ആയിരുന്നു, ഇവിടെ കൺഫൈൻമെന്റ് ആകുമ്പോൾ സെക്ഷൻ 127 BNS പ്രകാരം 1 year പണിഷ്മെന്റ് ഉണ്ട്. മറ്റത് 5000 രൂപയ്ക്കായിരുന്നു റോങ്ഫുൾ റെസ്ട്രെയിൻറ്റ്, ഇവിടെ 10000 രൂപ പണിഷ്മെന്റ് ഉണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 8, വാട്ട് ആർ ദ ഇൻഗ്രീഡിയൻസ് ഓഫ് ദി ഒഫൻസ് ഓഫ് ഫോർജറി? ഡോക്യുമെന്റ്സ് തിരുത്തുന്നതാണ് ഫോർജറി എന്ന് പറയുന്നത്. അത് കോടതിയിലൊക്കെ വലിയ ഒഫൻസ് ആണ്, ഡോക്യുമെന്റ്സ് തിരുത്തുക, അതാണ് ഫോർജറി. പിന്നെ എന്താണ് സെക്ഷൻ 336 BNS ഫോർജറി പറയുന്നത്, മേക്കിംഗ് ഓർ ആൾട്ടറിങ് എ ഫാൾസ് ഡോക്യുമെന്റ് ഓർ ഇലക്ട്രോണിക് റെക്കോർഡ്. നിങ്ങളുടെ ഡോക്യുമെന്റ് അത് രേഖാപരമായ ഡോക്യുമെന്റ് ആയിക്കോട്ടെ, ഇലക്ട്രോണിക് ഡോക്യുമെന്റ് ആയിക്കോട്ടെ, ആ ഡോക്യുമെന്റിൽ മാറ്റം വരുത്തുന്നു. പുതിയ ഡോക്യുമെന്റ് കൃത്യമായി ഒരു വില്ലേജ് ഓഫീസറുടെ ഒരു പിന്നെ എന്താ പറയുക സർട്ടിഫിക്കറ്റ് നിങ്ങൾ ഉണ്ടാക്കുന്നു, വില്ലേജ് ഓഫീസറുടെ തരേണ്ട സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ സീൽ വെച്ച് ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ മജിസ്ട്രേറ്റിന് അങ്ങനെ മുഖ്യമായി ഉണ്ടാക്കിയിട്ടുണ്ട്, മജിസ്ട്രേറ്റിന്റെ ഓർഡർ കൃത്യമായി ഉണ്ടാക്കി സീലൊക്കെ വെച്ചിട്ട് കക്ഷി കൊടുത്തു ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതാണ് ഫോർജറി. അത് ഹാമായിരിക്കാം, ഫ്രോഡിന് വേണ്ടിയായിരിക്കാം, ഒരു ഫാൾസ് ക്ലെയിം കോടതി ഹാജരാക്കാൻ വേണ്ടിയൊക്കെ കൃത്യമായ റെക്കോർഡ് ഉണ്ടാക്കുന്നതാണ് ഫോർജറി എന്ന് പറയുന്നത്. ഇൻഗ്രീഡിയൻസ് ക്രിയേഷൻ ഓർ ആൾട്ടറേഷൻ, ഡിസോണസ്റ്റ് ഓർ ഫ്രോഡുലന്റ് ഇന്റൻഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, പറ്റിക്കലായിരിക്കണം. മെറ്റീരിയൽ ഇമ്പാക്ട്, അത് ഒരാളെ ലീഗൽ റൈറ്റിനെയോ ഒബ്ലിഗേഷനെയോ റെപ്യൂട്ടേഷനെയോ ബാധിക്കുന്ന രൂപത്തിൽ ഉണ്ടാക്കുമ്പോഴാണ് ഫോർജറി ആവുന്നത്. എക്സാമ്പിള്, ഫേക്ക് ID ഉണ്ടാക്കുന്നു, ഫേക്ക് SSC ബുക്ക് ഉണ്ടാക്കുന്നു, ഫേക്ക് ഡി സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കുന്നു, ഫേക്ക് ആയിട്ടുള്ള ഒരു ഡോക്യുമെന്റ് ഉണ്ടാക്കുന്നു, ഒരു ചെക്ക് കർശനം വരുത്തുന്നു, ഒരു കോൺട്രാക്റ്റിൽ കർശനം വരുത്തുന്നു, വേറൊരാൾക്ക് വേണ്ടിയിട്ട് അയാളുടെ പേരിൽ സൈൻ ചെയ്യുന്നു ലീഗൽ ഡോക്യുമെന്റിൽ, അയാൾ അറിഞ്ഞിട്ടില്ല, അയാളുടെ പേരിൽ ആധാരത്തിൽ സൈൻ ചെയ്ത് വരുന്നു, അതൊക്കെ ഫോർജറിയാണ്. പണിഷ്മെന്റ് അപ് ടു 3 years ഫോർ ജനറൽ ഫോർജറി. സാധാരണ ഫോർജറിക്ക് പണിഷ്മെന്റ് 3 years ആണ്. ചീറ്റിങ്ങും ഒരാളുടെ ഹാമിങ് റെപ്യൂട്ടേഷൻ ഉണ്ടെങ്കിൽ പണിഷ്മെന്റ് 7 years വരെ പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 9, എക്സ്പ്ലെയിൻ ദ ഒഫൻസ് ഓഫ് ബൈഗമി. ബൈഗമി എന്താണ്? ബൈഗമി എന്നാൽ ഒരു ഭാര്യ ഉണ്ടാകുമ്പോൾ വേറെ കല്യാണം കഴിക്കുന്നു. സെക്ഷൻ 882 BNS ആണ്. മാരിയിങ് അഗെയിൻ ഡ്യൂറിങ് ദ ലൈഫ് ടൈം ഓഫ് എ ലീഗലി വെഡഡ് സ്പൗസ്. ആ ഭാര്യയെ ഡിവോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ കല്യാണം കഴിക്കാം, ആ ഭാര്യ മരിച്ചു കല്യാണം കഴിക്കാം, സെപ്പറേറ്റഡ് ആണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ അതൊന്നും അല്ലാതെ എക്സിസ്റ്റിംഗ് ആയ ഒരു സ്പൗസ് ഉണ്ടാവുമ്പോൾ കല്യാണം കഴിക്കുന്നു. അപ്പൊ സെക്കൻഡ് മാരേജ് അല്ല, സെക്കൻഡ് മാരേജ് വോയിഡ് ആണ്. കാരണം ഫസ്റ്റ് മാരേജ് നിലനിൽക്കുന്ന സമയത്ത് സെക്കൻഡ് മാരേജ് വാലിഡ് അല്ല, സെക്കൻഡ് മാരേജ് വോയിഡ് ആണ്. അങ്ങനെ കല്യാണം കഴിക്കുന്നതിനാണ് ബൈഗമി സെക്ഷൻ 82 BNS പറയുന്നത്. അപ്പൊ കണ്ടീഷൻസ് ആണ്, ഒരു ജീവിച്ചിരിക്കുന്ന ഭാര്യ ഉണ്ടായിരിക്കണം, പിന്നെ രണ്ടാമത് കല്യാണം കഴിക്കുന്നത് ആ ഭാര്യ പിന്നെ ആദ്യത്തെ
കല്യാണം നിലനിൽക്കുന്ന സമയത്തായിരിക്കും കല്യാണം കഴിച്ചിട്ടുണ്ടാകുക, അറിഞ്ഞുകൊണ്ടായിരിക്കണം, നോയിങ്ലി, ഇന്റൻഷനലി. കാരണം പണിഷ്മെന്റ് 7 years ആണ്. ഒരു ഭാര്യ ഉണ്ടായിരിക്കുമ്പോൾ രണ്ടാമത് കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ 7 years ആണ്, ഫൈനുണ്ട്. എക്സെപ്ഷൻ വെച്ചാൽ ഒരു കോടതി പറയുന്നു ആദ്യ മാരേജ് ക്യാൻസൽ ആക്കി, എക്സ്പ്രസ്ലി ഡിക്ലെയർഡ് വോയിഡ് ബൈ എ കോമ്പറ്റന്റ് കോർട്ട്. അത് പിന്നെ എക്സെപ്ഷൻ ആണ്. അതല്ലെങ്കിൽ ഭാര്യയെ 7 വർഷമായിട്ട് കാണുന്നില്ല, അറിയുന്നില്ല. നമ്മുടെ നിയമത്തിൽ കൺസെപ്റ്റ് ഉണ്ട്, 7 വർഷമായിട്ട് കാണാത്ത ഒരാൾ മരിച്ചതായി കണക്കാക്കുന്നുള്ള ഒരു വിശ്വാസം ഉണ്ടല്ലോ. അപ്പോൾ അത് വെച്ചിട്ട് ആ ഭാര്യ മരിച്ചതായി കണക്കാക്കേണ്ട കല്യാണം കഴിക്കാം. അല്ലെങ്കിൽ ഇയാൾ ആക്ച്വലി ഗുഡ് ഫെയ്ത്ത് വിശ്വസിച്ചു, മരിച്ചത് ഭാര്യയായി, ഇയാൾ ഭാര്യ മരിച്ചു പോയി ഞാൻ വിശ്വസിച്ചു, ചിലപ്പോൾ അപകടത്തിൽപ്പെട്ടപ്പോൾ പക്ഷേ ആ ഭാര്യ തിരിച്ചതുണ്ടാവും. അങ്ങനെ നമ്മൾ എത്ര കേസ് കണ്ടില്ലേ, ഫിലിമിൽ കണ്ടില്ലേ, പിന്നെ ജഗദീഷ് അച്ഛന് ബലിയിട്ടിരുന്നില്ലേ, അച്ഛൻ മരിച്ചു എന്ന് വിശ്വസിച്ചിട്ട്. അങ്ങനെ ഭാര്യ മരിച്ചു എന്ന് വിശ്വസിച്ചിട്ടുള്ള ആത്മാർത്ഥമായ വിശ്വാസത്തിലാണെങ്കിൽ വേറെ കല്യാണം കഴിച്ചാൽ കുഴപ്പമില്ല. പക്ഷെ അത് തെളിയിക്കണം. ലീഗൽ പർപ്പസ്, ഇതിന്റെ ലീഗൽ പർപ്പസ് എന്താ? പർപ്പസ് വെച്ചാൽ ഈ മാരേജ് സാങ്ക്ടിറ്റി നിലനിർത്തുക, ഫ്രോഡായിട്ട് കുറെ കല്യാണം നടക്കുന്നത് തടയുക എന്നുള്ളതാണ് ഈ ബൈഗമി സെക്ഷന്റെ ഉദ്ദേശം. ക്വസ്റ്റ്യൻ നമ്പർ 10, ഹർട്ട് ആൻഡ് ഗ്രീവിയസ് ഹർട്ട്. ഹർട്ടും ഗ്രീവിയസ് ഹർട്ടും തമ്മിലുള്ള വ്യത്യാസം. ഹർട്ട് സെക്ഷൻ 115 BNS ആണ്. പിന്നെ എപ്പോഴാണ് ഹാർട്ടിന് പണിഷബിൾ ആവുക? ബോഡിലി ഇഞ്ചുറി, അയാൾക്ക് വേദന ഉണ്ടാക്കുക, ഡിസീസ്, അതുകൊണ്ട് പ്രയാസം ഉണ്ടാക്കിയ അസുഖമാവുന്നു, ഓർ ഇൻഫർമിറ്റി. ഇൻഫർമിറ്റി എന്താ പറയാം? 20%. പിന്നെ അവിടെ ഹർട്ടില് മാനസികമായ പ്രയാസം ഉണ്ടായാൽ ഹർട്ടല്ല. കാരണം അയാൾക്ക് ബോഡിലി പെയിൻ ഉണ്ടായിരിക്കണം. എനിക്ക് ഭയങ്കര മാനസിക പ്രശ്നം ഉണ്ടായി എന്ന് പറഞ്ഞാൽ അവിടെ ഹർട്ടല്ല, ബോഡിലി പെയിൻ ഉണ്ടായിരിക്കണം. ദ ഹാർട്ട് കോസ് മസ്റ്റ് ബി ദ ഡയറക്റ്റ് റിസൾട്ട് ഓഫ് ദി ആക്ട്. ആ അടിച്ചു അതിന്റെ പേരിൽ എനിക്ക് വേദന ഉണ്ട്, പിന്നീട് എന്തോ കാലം കഴിഞ്ഞിട്ട് വേദന ഉണ്ടായെന്നല്ല ഹർട്ട് എന്ന് പറയുന്നത്. എന്താണ് ഇൻഫർമിറ്റി? നമ്മൾ 3 വാക്കാ പറഞ്ഞത്, ഇഞ്ചുറി, ബോഡി ഇഞ്ചുറി, ഡിസീസ് ഓർ ഇൻഫർമിറ്റി. ഇൻഫർമിറ്റി എന്താണ്? ഇന്നബിലിറ്റി ഓഫ് ആൻ ഓർഗൻ ടു പെർഫോം ഇറ്റ്സ് നോർമൽ ഫങ്ഷൻസ്. താൽക്കാലികമായാലും കുഴപ്പമില്ല, ശരീരത്തിലെ ഏതെങ്കിലും അവയവത്തിന് അതിന്റെ നോർമലായ പ്രവർത്തനം ചെയ്യാൻ കഴിയാതെ പോവുക. അപ്പോൾ ഡയറക്റ്റ് ആയിട്ടും ഇൻഡയറക്റ്റ് ആയിട്ടൊക്കെ വരാം ഇതിന്റെ ശരീരത്തിന്റെ അവയവ പ്രവർത്തനം. ഇപ്പൊ കൈ കൊണ്ട് ചെയ്യേണ്ട വർക്കിന് കൈ കൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഇൻഫർമിറ്റിയാണ്. അതാണ് ഹർട്ട്. ഹർട്ട് 2 രൂപത്തിലുണ്ട്. സിമ്പിൾ ഹർട്ട് സെക്ഷൻ 319 ഓഫ് BNS, ഗ്രീവിയസ് ഹർട്ട് സെക്ഷൻ 320 ഓഫ് BNS. സിമ്പിളും ഗ്രീവിയസ് ആവുന്നത് എങ്ങനെയാണ്? ഈ ഇഞ്ചുറിയുടെ വലുപ്പത്തിനനുസരിച്ചാണ്, ഇഞ്ചുറിയുടെ പിന്നെ കാഠിന്യത്തിനനുസരിച്ചാണ് അത് സിമ്പിൾ ആവുന്നതും അതുപോലെ സീരിയസ് ആവുന്നതും. അപ്പൊ എന്താണ് ഗ്രീവിയസ് ഹർട്ട്? എമാസ്കുലേഷൻ എന്ന് പറഞ്ഞാൽ ഷണ്ഡീകരിക്കുക, അയാളെ ലൈംഗിക ശേഷി നഷ്ടപ്പെടുത്തുക. പിന്നെ പെർമനന്റ് ഡിപ്രവേഷൻ സൈറ്റ് ഓഫ് ഐ, ഏതെങ്കിലും കണ്ണ് പോവുക, അല്ലെങ്കിൽ ഏതെങ്കിലും ചെവി പെർമനന്റ് ആയിട്ട് കേൾക്കാതിരിക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അവയവം പെർമനന്റ് ആയി പ്രവർത്തിക്കാതിരിക്കുക, അല്ലെങ്കിൽ പിന്നെ ഏതെങ്കിലും സന്ധികൾക്ക് പെർമനന്റ് ആയി പ്രവർത്തിക്കാതിരിക്കാൻ പറ്റുക, പെർമനന്റ്. ഹെഡോ ഫേസോ പെർമനന്റ് ആയിട്ട് ഡിസ്ഫിഗറേഷൻ ഉണ്ടാവുക, ശരീരം ഏതെങ്കിലും ഭാഗം എല്ലോ പല്ലോ പൊട്ടുക. പിന്നെ പറഞ്ഞ ലാസ്റ്റ് വാചകം 20 days കിടക്കേണ്ട രൂപത്തിലുള്ള എല്ലാ ഹർട്ടും, 20 days പിന്നെ ഒന്നും ചെയ്യാൻ കഴിയാതെ കിടക്കേണ്ടി വന്നുള്ള രൂപത്തിലുള്ള എല്ലാ ഹർട്ടുകളും ഗ്രീവിയസ് ഹർട്ട് സെക്ഷൻ 116 ആണ്. എന്താണ് ഹർട്ടിന്? സെക്ഷൻ 115 ഹർട്ടിന്റെ പണിഷ്മെന്റ് 1 year ഇംപ്രിസൺമെന്റ്, 1000 രൂപ ഫൈന്. ഹർട്ട് ഒരു പിന്നെ കൈ കൊണ്ടല്ലാത്ത ആയുധം കൊണ്ടാണ് ഹർട്ട് നടത്തിയെങ്കിൽ പണിഷ്മെന്റ് 3 വർഷം വരെ പോവാം. സാധാരണ അടിപിടികളൊക്കെ ഹർട്ടിലാണ് നമ്മൾ വരിക. അതിനകത്ത് ആയുധം ഉപയോഗിച്ചുള്ള അടിയാണെങ്കിൽ 3 വർഷം വരെ. ഇപ്പൊ കോളേജിലെ കുട്ടി SFI കേസ് അടി ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ സാധാരണ വലിയ കുഴപ്പമൊന്നുമില്ലെങ്കിൽ സിമ്പിൾ ഹർട്ടിലേക്ക് വരും. കാരണം അവന് 3 years വരെ പണിഷ്മെന്റ് കൊടുക്കാം. പക്ഷെ ആ നേരത്തെ പറഞ്ഞ ഈ പറഞ്ഞ ഏതെങ്കിലും 8 ഐറ്റത്തിലേക്ക് പോവുകയാണെങ്കിൽ 7 അത് ഗ്രീവിയസ് ഹർട്ടാണ്, 7 years വരെ പണിഷ്മെന്റ് കൊടുക്കാം. പിന്നെ അതും ഡേഞ്ചറസ് വെപ്പനും ആയുധം ഉപയോഗിച്ചിട്ടും. നമ്മൾ ആ രാജമാണിക്യ സിനിമ കണ്ടിട്ടുണ്ട്, അതുപോലെ പോലീസിന്റെ നിവിൻ പോളിന്റെ പടത്തിലൊക്കെ പറഞ്ഞിട്ടുണ്ട് മൃഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുകയാണെങ്കിൽ. അങ്ങനെയാണെങ്കിൽ 10 years പണിഷ്മെന്റ് കിട്ടും. അപ്പോൾ ഗ്രീവിയസ് ഹർട്ടിന് ഡേഞ്ചറസ് ആയ ആയുധം ഉപയോഗിച്ചിട്ടോ മൃഗങ്ങൾ ഉപയോഗിച്ചിട്ടോ ഗ്രീവിയസ് ഹർട്ട് ചെയ്യുകയാണെങ്കിൽ 10 years വരെ പണിഷ്മെന്റ് കിട്ടും. ക്വസ്റ്റ്യൻ നമ്പർ 11, കിഡ്നാപ്പിങ്ങും അബ്ഡക്ഷനും. ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ കിഡ്നാപ്പിംഗ് ആൻഡ് അബ്ഡക്ഷൻ. കിഡ്നാപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഒരാളെ ഇല്ലീഗലായിട്ട് ഫോഴ്സ് ഉപയോഗിച്ച് മാറ്റുന്നതിനാണ്
കിഡ്നാപ്പിംഗ് എന്ന് പറയുന്നത്. കിഡ്നാപ്പിംഗ് 2 തരത്തിലാണ്. കിഡ്നാപ്പിംഗ് ഫ്രം ഇന്ത്യ, കിഡ്നാപ്പിംഗ് ഫ്രം ലോഫുൾ ഗാർഡിയൻഷിപ്പ്. കിഡ്നാപ്പിംഗ് ഫ്രം ഇന്ത്യ 137 പറയുന്നു, ഒരാളെ പിന്നെ ഒരു ഇന്ത്യക്ക് പുറത്ത് കൊണ്ടുപോവുക അയാളുടെ പെർമിഷൻ ഇല്ലാതെ. അത് മൈനർ ആവാം, ഗ്രോൺ അപ്പ് പേഴ്സൺ ആവാം. കിഡ്നാപ്പിംഗ് ഫ്രം ഇന്ത്യ, ഇന്ത്യയിൽ എന്താ മനുഷ്യക്കടത്തൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ പെടുന്നു. പിന്നെ ലോഫുൾ ഗാർഡിയൻഷിപ്പ്, അത് മൈനർ ആയ ആള് അല്ലെങ്കിൽ അൺസോൺ പേഴ്സണ്, അത് ആ ഗാർഡിയന്റെ കസ്റ്റഡിയിൽ നിന്ന് കൊണ്ടുപോകാം, മൈനറിനെയോ അല്ലെങ്കിൽ അൺസോൺ പേഴ്സണെയോ. അവിടെ കൺസെന്റ് കൊടുക്കേണ്ട ഗാർഡിയനാണ്, ഗാർഡിയന് കൺസെന്റ് ഇല്ല. പിന്നെ മെയിൽ ആണെങ്കിൽ 16 വയസ്സുള്ള കുട്ടികളെ കൊണ്ടുപോകുന്നു, ഫീമെയിൽ ആണെങ്കിൽ 18 വയസ്സുള്ള കുട്ടികളെ കൊണ്ടുപോകുന്നു. കിഡ്നാപ്പിംഗ് 2 ടൈപ്പ്, കിഡ്നാപ്പിംഗ് ഫ്രം ഇന്ത്യയും കിഡ്നാപ്പിംഗ് ഫ്രം ലോഫുൾ ഗാർഡിയൻഷിപ്പ് ആണെങ്കിലും രണ്ടിലും 7 years ആണ് പണിഷ്മെന്റ്, ഫൈനും ഉണ്ടാവും. അബ്ഡക്ഷൻ എന്ന് പറഞ്ഞാൽ പിന്നെ ഒരാളെ ഒരു പ്ലേസിൽ നിന്ന് വേറെ പ്ലേസിലേക്ക് നിർബന്ധിച്ച് മാറ്റുക. ആ നിർബന്ധിച്ച് മാറ്റുന്നത് ഡിസീറ്റ്ഫുൾ മീൻസിലോ അല്ലെങ്കിൽ പിന്നെ ചതിയിലൂടെ ആയിരിക്കണം. ഒരു സ്ഥലത്ത് നിന്ന് മറ്റു സ്ഥലത്തേക്ക് അയാളെ മാറ്റി തട്ടിക്കൊണ്ടുപോകുന്നതാണ് അബ്ഡക്ഷൻ. പണിഷ്മെന്റ് പിന്നെ ഏത് പ്രായത്തിലുള്ള ആൾക്കും അബ്ഡക്ഷൻ, കുട്ടിയെയും കൊണ്ടാകാം വലിയ കൊണ്ടാകാം അബ്ഡക്ഷൻ ഉണ്ടാകും. അബ്ഡക്ഷൻ എലോണിന് പണിഷ്മെന്റ് അല്ല, അബ്ഡക്ഷൻ എന്ത് പർപ്പസിനാണ് ആ തട്ടിക്കൊണ്ടുപോയതെങ്കിൽ അതിനനുസരിച്ചാണ് പണിഷ്മെന്റ് കൊടുക്കുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 12, സ്റ്റേറ്റ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ക്രിമിനൽ മിസ്അപ്രോപ്രിയേഷൻ ആൻഡ് ക്രിമിനൽ ബ്രീച്ച് ഓഫ് ട്രസ്റ്റ്. ഓക്കെ, ക്രിമിനൽ മിസ്അപ്രോപ്രിയേഷനും ക്രിമിനൽ ബ്രീച്ച് ഓഫ് ട്രസ്റ്റും. ക്രിമിനൽ മിസ്അപ്രോപ്രിയേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾക്കൊരു വസ്തു കിട്ടി, പൈസ കിട്ടി, സാധനം കിട്ടി, അത് നമ്മൾക്ക് കിട്ടിയതിനാണ്, പിന്നെ അത് പിന്നീട് നമ്മൾ വക മാറ്റുന്നതിനെയാണ് ക്രിമിനൽ മിസ്അപ്രോപ്രിയേഷൻ എന്ന് പറയുക. നമുക്ക് പിന്നെ ഇനീഷ്യലി അക്വയർഡ് ലോഫുള്ളി ആൻഡ് ഇന്നസെന്റ്ലി, നമ്മൾ നേടിയത് ലോഫുൾ ആയിട്ടും ഇന്നസെന്റും ആയിട്ടാണ്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം, അത് ചെയ്യേണ്ട വർക്ക് ചെയ്യാതെ അത് വക മാറ്റി കഴിഞ്ഞാൽ അത് ക്രിമിനൽ മിസ്അപ്രോപ്രിയേഷൻ ആണ്. അതിന് എസെൻഷ്യൽ എലിമെന്റ് മൂവബിൾ പ്രോപ്പർട്ടി ആയിരിക്കണം, പൊസഷൻ ഉണ്ടായിരിക്കണം, ഡിസോണസ്റ്റ് ഇന്റൻഷൻ ഉണ്ടായിരിക്കണം, അത് കൺവേർട്ട് ചെയ്യണം. അതാണ് ക്രിമിനൽ മിസ്അപ്രോപ്രിയേഷൻ. അതിന്റെ ഭാരതീയ ന്യായ സംഹിതയിൽ സെക്ഷൻ 316 ആണ് ക്രിമിനൽ മിസ്അപ്രോപ്രിയേഷൻ. എക്സാമ്പിൾ, നിങ്ങൾക്കൊരു ഫോൺ കളഞ്ഞു കിട്ടി, ഒരു മൊബൈൽ ഫോൺ, ഐഫോൺ കളഞ്ഞു കിട്ടി. അപ്പൊ ആ ഐഫോൺ കളഞ്ഞു കിട്ടുന്നത് നിങ്ങൾ കൃത്യമായ മൂലത്തൊന്നുമല്ല, വളരെ മാന്യമായിട്ട് തന്നെ നിങ്ങൾക്കൊരു ഫോൺ കളഞ്ഞു കിട്ടുകയാണ്. അപ്പൊ നോർമൽ കേസ് ചെയ്യേണ്ടതാണ്, അത് നിങ്ങൾ കൈവശം വെച്ചുകൊണ്ട് അവകാശികളെ കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുകയാണ് ചെയ്യേണ്ടത്. പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യുന്നു, അത് പെട്ടെന്ന് വിൽക്കുന്നു. അപ്പോൾ കിട്ടിയത് നല്ല ലെജിറ്റിമേറ്റ് ആയിരുന്നു, പക്ഷെ നിങ്ങൾ അത് പെട്ടെന്ന് വിൽക്കുന്നു. അത് ക്രിമിനൽ മിസ്അപ്രോപ്രിയേഷൻ ആണ്. വേറൊരാളുടെ പൈസ നിങ്ങളുടെ കയ്യിലുണ്ട്, അത് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വന്നു. അപ്പൊ എൻ്റെ അക്കൗണ്ടിലേക്ക് തെറ്റായിട്ട് ഗൂഗിൾ പേ ചെയ്തപ്പോൾ എൻ്റെ അക്കൗണ്ടിലേക്ക് വന്നു. അത് ഞാൻ എൻ്റെ അക്കൗണ്ടിലേക്ക് വന്ന പൈസയല്ലേ, ഞാൻ എടുക്കുന്നു. മിസ്അപ്രോപ്രിയേഷൻ ആണ്, തെറ്റിയടിച്ച് വന്നാണ്. അതാണ് ക്രിമിനൽ മിസ്അപ്രോപ്രിയേഷൻ എന്ന് പറയുന്നത്. പണിഷ്മെന്റ് അപ് ടു 2 years ആണ് പണിഷ്മെന്റ്, ചിലപ്പോൾ ഫൈനും വരാം. എന്താണ് മിസ്അപ്രോപ്രിയേഷൻ തെഫ്റ്റ് എന്നുള്ള വ്യത്യാസം? തെഫ്റ്റ് നിങ്ങൾ ആദ്യം കിട്ടുന്നതിനെ തെറ്റായ ഉദ്ദേശത്തിലാണ്, ആദ്യം കിട്ടുന്നതിന് ഡിസോണസ്റ്റ് ഇന്റൻഷനിലാണ്. പക്ഷെ മിസ്അപ്രോപ്രിയേഷനിൽ ആദ്യം കിട്ടുന്നത് കറക്റ്റാണ്, ലോഫുൾ ആണ്, അല്ലെങ്കിൽ ആക്സിഡന്റലായി കിട്ടുന്നത്. പക്ഷെ പിന്നെ അത് മിസ്യൂസ് ചെയ്യാണ്. അതാണ് മിസ്അപ്രോപ്രിയേഷന്റെ വ്യത്യാസം. എന്താണ് ക്രിമിനൽ ബ്രീച്ച് ഓഫ് ട്രസ്റ്റ്? ക്രിമിനൽ ബ്രീച്ച് ഓഫ് ട്രസ്റ്റ് എന്നാൽ വിശ്വസിച്ച് ഏൽപ്പിച്ച ഒരു സാധനം നിങ്ങളെ വിശ്വസിച്ച് ഏൽപ്പിച്ച് കൈകാര്യം ചെയ്യാൻ ഏൽപ്പിക്കുന്നു. ഞാനത് ആ ട്രസ്റ്റ് ലംഘിച്ചുകൊണ്ട് വയലേറ്റ് ചെയ്യുന്നു. അപ്പൊ നിങ്ങളെ വിശ്വസിച്ച ഒരാളെ ഏൽപ്പിക്കുന്നു, അത് വിശ്വാസം ഉണ്ടാവണം, ട്രസ്റ്റ് ഉണ്ടാവണം. ആ ട്രസ്റ്റ് ലംഘിച്ചുകൊണ്ട്, ഞാനാണ് ഇപ്പോൾ ഒരു ക്ലബ് ഉണ്ട്, ആ ക്ലബിന്റെ ഭാരവാഹിയാണ്, അപ്പൊ എന്നെ ഇത് തുക ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി എന്നെ ഏൽപ്പിച്ചു, ഞാൻ അത് വയലേറ്റ് ചെയ്യുന്നു. എൻട്രസ്റ്റ്മെന്റ് ഏറ്റവും പ്രധാനം, നിങ്ങളെ ഒരാൾ ഏൽപ്പിക്കണം. പിന്നെയോ നിങ്ങൾക്ക് ഡിസോണസ്റ്റ് ഇന്റൻഷൻ ഉണ്ടാവുന്നു, ആ ട്രസ്റ്റിനെ നിങ്ങൾ പിന്നെ മറികടന്നുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുന്നു. സെക്ഷൻ 317 BNS ആണ് ക്രിമിനൽ ബ്രീച്ച് ഓഫ് ട്രസ്റ്റ്. ഉദാഹരണം, ബാങ്ക് എംപ്ലോയി ഫണ്ട് തിരിമറി നടത്തുന്നു. ബാങ്കോ മറ്റേതെങ്കിലും സ്ഥാപനങ്ങളോ നിങ്ങൾ ഏൽപ്പിച്ചപ്പോൾ പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥനായിക്കോട്ടെ, പഞ്ചായത്ത് ഉദ്യോഗസ്ഥൻ നികുതി വിരിക്കാൻ അവകാശമുണ്ട്. അയാൾ ഒരു ദിവസം 5000 രൂപയോ 10,000 രൂപ നികുതി വിരിച്ചു. പിരിച്ച നികുതി പിറ്റേത് രാവിലെ ബാങ്കിൽ കൊണ്ടേ അടക്കണം, ചെയ്യുന്നില്ല.
ആളെ കാര്യം ഉപയോഗിച്ചു, ബ്രീച്ച് ഓഫ് ട്രസ്റ്റ് ആണ്. ട്രസ്റ്റി സെല്ലിംഗ് ട്രസ്റ്റ് പ്രോപ്പർട്ടി, വിശ്വസിച്ച് ഏൽപ്പിക്കുന്ന ട്രസ്റ്റ് പ്രോപ്പർട്ടി. അയാൾ എന്ത് ചെയ്തു? വിറ്റു. ആൻ ഏജന്റ് മിസ്യൂസിങ് ക്ലയന്റ് മണി. KSFE പൈസ അടക്കാൻ വേണ്ടി ഒരു കക്ഷികളിൽ നിന്ന് പൈസ വാങ്ങുന്നു. അപ്പൊ കക്ഷികൾ കൊടുക്കുന്നു, നാളെ 5000 രൂപ KSFE അടക്കണം. ഇയാൾ എന്ത് ചെയ്യുന്നു? പേഴ്സണൽ എക്സ്പെൻസ് കൊണ്ട് ഉപയോഗിക്കുന്നത് നടക്കുന്നില്ല. അങ്ങനെ സംഭവിക്കാം. ഇതാണ് ക്രിമിനൽ ബ്രീച്ച് ഓഫ് ട്രസ്റ്റ് എന്ന് പറയുന്നത്. പണിഷ്മെന്റ് അപ് ടു 3 years ആണ്. പിന്നെ ക്രിമിനൽ മിസ്അപ്രിയേഷനും ക്രിമിനൽ ബ്രീച്ച് ഓഫ് ട്രസ്റ്റും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം, ബ്രീച്ച് ഓഫ് ട്രസ്റ്റിൽ ആദ്യം ഒരാളെ ഏൽപ്പിക്കും, പിന്നെ ഒരു വിശ്വാസ്യതയുള്ള ബന്ധമുണ്ടാവും, ഫിഡ്യൂഷ്യറി റിലേഷൻഷിപ്പ് ആയിരിക്കും. അയാൾ അത് ചെയ്യാൻ വേണ്ടി മുതലാളി ഏൽപ്പിച്ചതായിരിക്കും. അതാണ് ക്രിമിനൽ ബ്രീച്ച് ഓഫ് ട്രസ്റ്റ്. മിസ്അപ്രോപ്രിയേഷൻ അയാൾ നമ്മളെ ഏൽപ്പിക്കുന്നില്ല, പ്രോപ്പർട്ടി നമുക്ക് എങ്ങനെയൊക്കെയോ കിട്ടിയതായിരിക്കും, അത് കൈകാര്യം ചെയ്യുന്നു. അതാണ് ക്രിമിനൽ ബ്രീച്ച് ഓഫ് ട്രസ്റ്റും ക്രിമിനൽ മിസ്അപ്രോപ്രിയേഷൻ തമ്മിലുള്ള വ്യത്യാസം. ക്വസ്റ്റ്യൻ നമ്പർ 13 അല്പം ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ട് അല്പം വിശദമായി പറയാം. കൾപ്പബിൾ ഹോമിസൈഡും മർഡറും തമ്മിലുള്ള വ്യത്യാസം. സെക്ഷൻ 101 BNS ആണ് മർഡർ പറയുന്നത്. 3 കണ്ടീഷൻ ഉണ്ട്. ഇന്റൻഷൻ ഓഫ് കോസിങ് ഡെത്ത്, ഒരാളെ കൊല്ലണമെന്ന ഉദ്ദേശം ഉണ്ടായിരിക്കണം, ഫസ്റ്റ് പോയിന്റ്. സെക്കൻഡ് പോയിന്റ്, നോയിങ്ലി, അറിയണം. If it is done with the intention of causing bodily injury as the offender knows to be like to cause, ആ ഇഞ്ചുറി അയാൾ മരിക്കുന്ന അറിയണം. 3, ഞാൻ ചെയ്യുന്ന പ്രവർത്തനം കൊണ്ട് അയാൾ മരിക്കുന്ന ഉറപ്പാണ്. ചിലപ്പോൾ ഇടിക്കുന്നുള്ളൂ, പക്ഷെ ആ ഇടി ആ സ്ഥലത്ത് ഇടിച്ചാൽ അയാൾ മരിക്കും എനിക്ക് അറിയാം. ആ ഇടി മതി, ആ ബോഡിയിൽ ഞാൻ ഇടിച്ചിട്ടല്ലേ ഉള്ളൂ, അയാൾ ബോഡിക്ക് ഇടിച്ചിട്ടുള്ളൂ, പക്ഷെ ആ ഇടി അയാൾ മരിക്കും എനിക്ക് അറിയാം, അപ്പോഴും മർഡറാണ്. അതുപോലെ സോ ഇമ്മിനൻ്റ്ലി ഡേഞ്ചർ ദാറ്റ് ഇറ്റ് കോസസ് ഡെത്ത്, നിങ്ങൾ എന്ത് പ്രവൃത്തി ചെയ്താലും അത് അയാൾ മരണത്തിന് കാരണമോ നിങ്ങൾക്ക് അറിയാം എങ്കിൽ അത് മർഡറാണ്. 1ാമത്തെ ഇല്ലസ്ട്രേഷൻ, ഒരാളെ ഷൂട്ട് ചെയ്യുന്നു, അയാൾ മരിക്കണം എന്നുള്ള ഉദ്ദേശത്തോട് ഷൂട്ട് ചെയ്യുന്നു, ആ വെടികൾ കൊള്ളുന്നു, അയാൾ മരിക്കുന്നു, മർഡറാണ്. 2ാമത്തെ ഇല്ലസ്ട്രേഷൻ, നിങ്ങൾക്കറിയാം ഒറ്റ ഇടി ആ മർമ്മത്തിൽ വെച്ചാൽ അയാൾ മരിക്കും, കാരണം അയാൾക്ക് അമ്മാതിരി അസുഖമുള്ള ആളാണ്. ഒരു സ്ഥലത്ത് പ്രത്യേക രൂപത്തിൽ ഇടിച്ചാൽ മരിക്കും, നിങ്ങൾ ഇടിക്കുന്നു, ആ ബോഡിയിൽ ഇടിക്കുന്നു, അയാൾ മരിക്കുന്നു. ആ ഒറ്റ ഇടി കാരണം, ഒറ്റ ഇടിയുള്ളൂ, വലിയ ഒന്നുമില്ല, പക്ഷെ മരിക്കും. അത് നിങ്ങൾ മർഡർ ചെയ്ത മർഡറാണ്. ഒരു വാൾ കൊണ്ട് വെട്ടുന്നു, പക്ഷെ ആ അറിയാം, ആ സ്ഥലത്ത് വെട്ടിക്കഴിഞ്ഞാൽ രക്തം വാർന്നുകൊണ്ട് ആ മനുഷ്യൻ മരിച്ചു പോകും. ആ കറക്റ്റ് വെട്ടിൽ രക്തം വാർന്ന മനുഷ്യൻ മരിച്ചുപോയി, നിങ്ങൾ മർഡറിന് ഉത്തരവാദിയാണ്. എന്താണ് കൾപ്പബിൾ ഹോമിസൈഡ്? ആ കൾപ്പബിൾ ഹോമിസൈഡ് വന്നു കഴിഞ്ഞാൽ മർഡർ അല്ല. അപ്പോൾ മർഡർ അല്ലാത്ത കേസുകൾ ഏതൊക്കെയാണ്? കൾപ്പബിൾ ഹോമിസൈഡ് ആവുന്നത് എപ്പോഴാണ്? അതായത് മർഡർ അല്ലാത്ത, അപ്പോൾ മർഡറിന്റെ എക്സെപ്ഷൻ ആണ്. പെട്ടെന്നുള്ള ദേഷ്യത്തിൽ ചെയ്യുകയാണെങ്കിൽ, ഇങ്ങോട്ട് തെറി വിളിച്ചു, പെട്ടെന്ന് അങ്ങോട്ട് അടിച്ചു, ആൾ മരിച്ചു, അതും കൾപ്പബിൾ ഹോമിസൈഡ് ആവുന്നുള്ളൂ, മർഡർ ആവുന്നില്ല. സഡൻ ആൻഡ് ഗ്രേവ് പ്രൊവോക്കേഷൻ, പെട്ടെന്ന് അയാൾ എന്നെ അടിച്ചു, ആ ദേഷ്യത്തിൽ ഞാൻ പെട്ടെന്ന് വെടിവെച്ചു, മുൻകൂട്ടി പ്ലാൻ ഒന്നുമില്ല, അത് പിന്നെ സഡൻ പ്രൊവോക്കേഷൻ ആണ്, എന്നെ പ്രൊവോക്ക് ചെയ്ത് പെട്ടെന്ന്, അപ്പൊ അത് കൾപ്പബിൾ ഹോമിസൈഡ് ആണ്. എനിക്ക് പ്രൈവറ്റ് ഡിഫൻസ് ഉണ്ട്, എന്നെ ഒരാൾ ആക്രമിക്കാൻ വരുമ്പോൾ എനിക്ക് പ്രൈവറ്റ് ഡിഫൻസ് ഉണ്ട്, പക്ഷെ പ്രൈവറ്റ് ഡിഫൻസിന് അപ്പുറത്തേക്ക് ഞാൻ പോയി. തുടക്കത്തിൽ പ്രൈവറ്റ് ഡിഫൻസ് ആയിരുന്നു, പക്ഷെ അപ്പുറത്തേക്ക് ഒരാൾ കൊന്നു, അപ്പൊ അത് മർഡർ അല്ല, കൾപ്പബിൾ ഹോമിസൈഡ് ആണ്. പബ്ലിക് സർവന്റിന് അയാൾക്ക് പവർ ഉപയോഗിക്കാം, പബ്ലിക് സർവന്റിനെ വെടിവെക്കാനും എന്തൊക്കെ നിയന്ത്രിക്കാനുള്ള അവകാശമുണ്ട്, അതിനപ്പുറത്തേക്ക് അയാൾ പോയി, അപ്പോഴും മർഡർ അല്ല, കൾപ്പബിൾ ഹോമിസൈഡ് ആകുന്നുള്ളൂ. ഫൈറ്റ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്യുന്നു, ഫൈറ്റിനിടയിൽ ഒരാൾ മരിക്കുന്നു, അത് മർഡർ അല്ല, ഇറ്റ്സ് ഓൺലി കൾപ്പബിൾ ഹോമിസൈഡ്. കൺസെന്റ്, ഇയാൾ വേദന സഹിക്കാതെ പെടയാണ്, എന്നെ കൊന്നു ചോദിച്ചു, നിങ്ങൾ കൊന്നു കൊടുത്തു, അങ്ങനത്തെ 3-4 കേസുകളുണ്ട് കേട്ടോ. ഭാര്യ വേദന സഹിക്കാതെ പെടയുമ്പോൾ ഭർത്താവിനോട് പറയണെങ്കിൽ ജീവിക്കാൻ വയ്യുന്ന കൊന്നു തരുന്നു, ഭാര്യ ചോദിച്ചാണ്, ഭർത്താവ് കൊന്നു കൊടുത്തു, അതും പിന്നെ കൾപ്പബിൾ ഹോമിസൈഡ് ആണ്, മർഡർ അല്ല. അപ്പൊ എന്താണ് ഗ്രേവ് ആൻഡ് സഡൻ പ്രൊവോക്കേഷൻ? പിന്നെ പെട്ടെന്ന് മനുഷ്യന്മാരല്ലേ, കൺട്രോൾ പോയി പെട്ടെന്ന്, അങ്ങനെ ആ കൺട്രോൾ പോയിട്ട് ആ പ്രൊവോക്കേഷന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ പ്രവർത്തിച്ചു, അയാൾ മരിച്ചു, അത് കൾപ്പബിൾ ഹോമിസൈഡ് ആണ്. പ്രൈവറ്റ് ഡിഫൻസ്, അതായത് തുടക്കത്തിലൊക്കെ നല്ല ഉദ്ദേശത്തോടെയാണ് ചെയ്തത്, പ്രൈവറ്റ് ഡിഫൻസ് മതി, അപ്പുറത്തേക്ക് പോയി എക്സീഡ് ചെയ്തു, അത് കൾപ്പബിൾ ഹോമിസൈഡ് ആണ്. ലോ ഉദ്യോഗസ്ഥൻ ജസ്റ്റിസിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആളാണ്, പക്ഷെ അയാളെ കൺട്രോളിന് അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ മർഡർ അല്ല, കൾപ്പബിൾ ഹോമിസൈഡ് ആണ്.
സഡൻ ഫൈറ്റ്, പെട്ടെന്നുള്ള ഫൈറ്റിൽ വന്നു കഴിഞ്ഞാൽ കൾപ്പബിൾ ഹോമിസൈഡ് ആണ്. ഡെത്ത് ബൈ കൺസെന്റ് പറഞ്ഞു, അത് കൾപ്പബിൾ ഹോമിസൈഡ് ആണ്. എന്താണ് മർഡറും കൾപ്പബിൾ ഹോമിസൈഡും തമ്മിലുള്ള വ്യത്യാസം? അത് പഴയതാട്ടോ, പുതിയത് മണ്ണോട്ട് പറയാം. ഇത് 299 300 പഴയ IPC ആണ്, പുതിയ പറയാം. കോസിങ് ഡെത്ത് ആണ് രണ്ടിലും. കൾപ്പബിൾ ഹോമിസൈഡിലും ഡെത്ത് കണക്കുന്നുണ്ട്, മർഡറിലും ഡെത്ത് കണക്കുന്നുണ്ട്. പക്ഷേ പിന്നെ രണ്ടിലും ക്രിമിനൽ ഇന്റൻഷൻ നോളയുണ്ട്. മെൻസ്രിയയിലെ ഡിഗ്രിയിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. രണ്ടിലും ഡെത്ത് നടക്കുന്നുണ്ട്, കൊല്ലാൻ വേണ്ടി തന്നെ നോളജും ഇന്റൻഷനും ഉണ്ട്. പക്ഷെ ആ മെൻസ്രിയയുടെ ഡിഗ്രിയിൽ വ്യത്യാസം വരുന്നു. പിന്നെ നോർമൽ കേസ് നിർബന്ധമായും മോസ്റ്റ് പ്രോബബിൾ ഉറപ്പായിട്ടും മരിക്കുന്ന ഘട്ടം വരികയാണെങ്കിൽ അത് മർഡർ തന്നെയാണ്. അതല്ല മരിക്കാൻ സാധ്യതയുള്ളെങ്കിൽ അവിടെ കൾപ്പബിൾ ഹോമിസൈഡ് വരും. പിന്നെ ഒഫൻസുകൾ കൾപ്പബിൾ ഹോമിസൈഡ്, എല്ലാ ഒഫൻസുകളും കൾപ്പബിൾ ഹോമിസൈഡ് ആണ്. കൾപ്പബിൾ ഹോമിസൈഡ് എന്ന് പറയുന്നത് വെൻ ഡയഗ്രം വരച്ചു കഴിഞ്ഞാൽ അതിൽ ചെറിയൊരു പാർട്ട് മാത്രമാണ്, ഒരു വലിയ റൗണ്ട് വരക്കുന്നു, വെൻ ഡയഗ്രം വരക്കുന്നു മാത്തമാറ്റിക്സിലുണ്ട്, അതാണ് കൾപ്പബിൾ ഹോമിസൈഡ്. അതിനുള്ള ചെറിയൊരു പാർട്ട് അതാണ് മർഡർ. അപ്പോൾ എല്ലാ ഒഫൻസുകളും കൾപ്പബിൾ ഹോമിസൈഡ് ആണ്. ചില ഒഫൻസുകൾ കൾപ്പബിൾ ഹോമിസൈഡ് എമൗണ്ട് ടു മർഡർ, അതിനെ നമ്മൾ മർഡർ എന്ന് പറയും. മറ്റേത് വെച്ച് ഡു നോട്ട് എമൗണ്ട് ടു മർഡർ, അതിനെ നമ്മൾ കൾപ്പബിൾ ഹോമിസൈഡ് എന്നും പറയും. പിന്നെ കൾപ്പബിൾ ഹോമിസൈഡ് ലെസ് സീരിയസ്, മർഡറിനെ കമ്പയർ ചെയ്യുമ്പോൾ കൾപ്പബിൾ ഹോമിസൈഡ് ലെസ് സീരിയസ് ഒഫൻസ് ആണ്. മർഡർ കൾപ്പബിൾ ഹോമിസൈഡിനേക്കാളും അഗ്രവേറ്റഡ് ആയ ഫോമാണ് മർഡർ എന്ന് പറയുന്നത്. മർഡറിന് പണിഷ്മെന്റ് ഡെത്ത് ഓർ ഇംപ്രിസൺമെന്റ് ഓഫ് ലൈഫ്, മർഡറിന്റെ പണിഷ്മെന്റ്. കൾപ്പബിൾ ഹോമിസൈഡിന്റെ പണിഷ്മെന്റ് ഇംപ്രിസൺമെന്റ് ഓഫ് ലൈഫ് ഓർ ഇംപ്രിസൺമെന്റ് ഫോർ 10 years. മർഡർ എന്ന് പറഞ്ഞാൽ ഡെത്ത് ഓർ ഇംപ്രിസൺമെന്റ് ഓഫ് ലൈഫ്. കൾപ്പബിൾ ഹോമിസൈഡ് ആണെങ്കിൽ ഇംപ്രിസൺമെന്റ് ഫോർ ലൈഫ് ഓർ ഇംപ്രിസൺമെന്റ് ഫോർ 10 years. ക്വസ്റ്റ്യൻ നമ്പർ 14, ഒഫൻസസ് റിലേറ്റിംഗ് ടു പബ്ലിക് നോയ്സൻസ്. എന്താണ് പബ്ലിക് നോയ്സൻസ്? പൊതുശല്യം, അതുമായി ബന്ധപ്പെട്ട ഒഫൻസുകൾ. സെക്ഷൻ 270 ആണ് BNS പറയുന്നത്. പബ്ലിക് നോയ്സൻസ് എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ഇഞ്ചുറിയോ ഒബ്സ്ട്രക്ഷനോ ഡേഞ്ചറോ ശല്യമോ ഒക്കെ ഉണ്ടാക്കുന്നതാണ് പബ്ലിക് നോയ്സൻസ് എന്ന് പറയുന്നത്. പബ്ലിക് നോയ്സൻസിന്റെ പണിഷ്മെന്റ് ഫൈനും മാക്സിമം 200 രൂപ. 292 പണിഷ്മെന്റ് പറയുന്നത്. 2 തരം നോയ്സൻസ് ഉണ്ട്, പ്രൈവറ്റ് നോയ്സൻസ്, പബ്ലിക് നോയ്സൻസ്. പ്രൈവറ്റ് നോയ്സൻസ് എന്ന് പറഞ്ഞാൽ അത് പിന്നെ കുറച്ചാളെ മാത്രം ബാധിക്കും, മൊത്തം എല്ലാവരും ബാധിക്കുന്നില്ല. നിങ്ങളൊരു വഴിയിലൂടെ പോകുന്ന ആളുകളെ ആ വഴി ശല്യമാകുന്നത് അടച്ചു, അപ്പൊ അയാൾക്ക് ആ പോകുന്ന കുറച്ചൊക്കെ മാത്രമേ ബാധിക്കുന്നുള്ളൂ. അതാണ് പ്രൈവറ്റ് നോയ്സൻസ് പറയുന്നത്. പിന്നെ അത് മിക്കവാറും പ്രൈവറ്റ് നോയ്സൻസിന് സിവിൽ പ്രൊസീഡിങ്സ് ആണ്. പിന്നെ വേണമെങ്കിൽ ചില ഘട്ടങ്ങളിൽ ക്രിമിനൽ കേസ് കൊടുക്കാം, നോർമൽ കേസ് സിവിൽ കേസാണ്. പിന്നെ നിങ്ങൾ വീടിൻ്റെ അടുത്ത് ഭയങ്കര സ്മെൽ ഉണ്ടാവുന്നു, അപ്പോൾ ചുറ്റുഭാഗത്തുള്ള 4-5 ആൾക്കേ സ്മെൽ ഉണ്ടാവുന്നുള്ളൂ. അവിടെ സൗണ്ട് ഭയങ്കര സൗണ്ട് ഉണ്ടാകുന്നു, ചുറ്റുള്ള 8-10 ഉണ്ടാവുന്നുള്ളൂ. എയർ പൊല്യൂഷൻ, വാട്ടർ പൊല്യൂഷൻ, വെള്ളം മലിനമായ ജലം വിടുന്നു, അതൊക്കെ പ്രൈവറ്റ് നോയ്സൻസ് ആണ്. പബ്ലിക് നോയ്സൻസ് എന്ന് പറഞ്ഞാൽ ഒരു ആക്ടോ അല്ലെങ്കിൽ ഒമിഷനോ ചെയ്തതിന്റെ ഫലമായിട്ട് പബ്ലിക്കിന് മൊത്തം ഇഞ്ചുറിയോ ഡേഞ്ചറോ ശല്യമോ ഉണ്ടായി, അതാണ് പബ്ലിക് നോയ്സൻസ്. എക്സാമ്പിൾ, റോഡിൽ നിങ്ങൾ കുറേ വേസ്റ്റ് കൊണ്ടിടുന്നു, അപ്പോൾ ആ വേസ്റ്റ് ഒരു പിന്നെ കോഴി വേസ്റ്റ് ആണ്, കോഴി വേസ്റ്റ് കൊണ്ടുപോയിട്ട് അവിടെ മൊത്തം സ്മെല്ല് വരുന്നു, പബ്ലിക് നോയ്സൻസ് ആണ്. റോഡിൽ പോയിട്ട് റോഡ് സൈഡിൽ വലിയൊരു കുഴി ഒഴുക്കുന്നു, എത്രയോ ആ റോഡിൽ പോകുന്ന ആളുകൾക്ക് അതിലൂടെ അപകടം ഉണ്ടാവുന്നു, പബ്ലിക് നോയ്സൻസ് ആണ്. പബ്ലിക് വേ തടയുന്നു, ഇപ്പൊ നിങ്ങൾ കോളേജിലെ കുട്ടികൾ നമ്മുടെ വയനാട് റോഡ് തടയുന്നു, വയനാട് റോഡ് ബ്ലോക്ക് ചെയ്യുന്നു, അപ്പൊ അതിൽ എത്രയോ പോകുന്ന ഓരോ മിനിറ്റിൽ എത്രയോ വാഹനങ്ങൾ പോകേണ്ടതാണ്, നിങ്ങളൊരു പ്രകടനത്തിന്റെ ഭാഗമായിട്ട് തടയുന്നു ചോദിച്ചോളൂ, പബ്ലിക് നോയ്സൻസ് ആണത്. അതിലൂടെ പോകുന്ന ആളുകൾക്ക് പ്രയാസം ഉണ്ടാവുന്നു. മേക്കിംഗ് സൗണ്ട് പൊല്യൂഷൻ, വൻതോതിൽ സൗണ്ട് പൊല്യൂഷൻ ആയിട്ട് ചുറ്റുള്ള എല്ലാ ആളുകൾക്കും പ്രശ്നമുണ്ടെങ്കിൽ പബ്ലിക് നോയ്സൻസ് ആണ്. ഡേഞ്ചർ സ്മെല്ല് ഉണ്ടാവുന്നു, പബ്ലിക് ലാർജ്, അതൊക്കെ പബ്ലിക് നോയ്സൻസ് ആണ്. പിന്നെ അസുഖം പരത്തുന്ന രൂപത്തിലുള്ള ആക്ട് ചെയ്യാൻ സെക്ഷൻ 271. നിങ്ങൾ എന്ത് നെഗ്ലിജന്റ് ആയിട്ടുള്ള കാര്യം ചെയ്തിട്ട് അസുഖം പരത്താൻ കാരണമായാൽ, നിങ്ങൾ അൺലോഫുൾ ആയിട്ട് നെഗ്ലിജന്റ് ആയിട്ട് കാര്യം ചെയ്തിട്ട് അസുഖം പരത്തുന്ന രൂപത്തിലുള്ള കാര്യം ചെയ്തു, 6 മാസം വരെ പണിഷ്മെന്റ് കിട്ടാം, അല്ലെങ്കിൽ ഫൈൻ കിട്ടാം.
പിന്നെ നിങ്ങൾ ഇൻഫെക്ഷൻ പറ്റുന്ന വിധത്തിലുള്ള ഇപ്പൊ കൊറോണ കാലത്തൊക്കെ നിങ്ങൾ പുറത്തിറങ്ങണ്ടെന്ന് പറഞ്ഞു. പക്ഷെ നിങ്ങൾ പുറത്തിറങ്ങുകയും ഒരുപാട് ആക്കി ഇൻഫെക്ഷൻ വരുത്തുകയും ചെയ്യുന്ന വിധത്തിലുള്ള കാര്യങ്ങൾ ചെയ്താൽ 2 വർഷം വരെ പണിഷ്മെന്റ് കിട്ടാം. ഓക്കെ. ദെൻ അഡൾട്രേഷൻ ഓഫ് ഫുഡ്, ഭക്ഷ്യവസ്തുക്കൾ മായം ചേർക്കുക, സെക്ഷൻ 274 BNS. അത് ഭക്ഷണത്തിലോ വെള്ളത്തിലോ മായം ചേർക്കുക, എന്നിട്ട് അത് ചെയ്തു കഴിഞ്ഞാൽ 6 മാസം വരെ പണിഷ്മെന്റ് കിട്ടാം, അല്ലെങ്കിൽ 2 കൂടി വരാം, ഫൈനും വരാം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, 15 ക്വസ്റ്റ്യൻ ആണുള്ളത്. 15 ക്വസ്റ്റ്യനും 15 പ്രോബ്ലമാണ് ഞാൻ മനസ്സിൽ കണ്ടിട്ടുള്ളത്. 15ാമത്തെ ക്വസ്റ്റ്യൻ, ഒബ്സിനിറ്റി, അശ്ലീലം എന്ന് പറഞ്ഞാൽ എന്താണ്? അശ്ലീലം എന്നുള്ളത് ഒബ്സിനിറ്റി സെക്ഷൻ 296 ആണ്. ഒബ്സിനിറ്റി എന്നത് ഒരു പുസ്തകം, ഒരു എഴുത്ത്, ഒരു വര, ഒരു പെയിന്റിങ്, ഫിഗർ, അതിനകത്ത് അത് കാണുന്ന ഒരാൾക്ക് സെക്ഷൽ ഡിസയറോ താല്പര്യങ്ങളോ തോന്നുന്ന രൂപത്തിലുള്ള എഴുത്തോ ഒക്കെ ഉണ്ടെങ്കിൽ, എഴുത്തോ ചിത്രങ്ങളോ ഉണ്ടെങ്കിൽ അതാണ് ഒബ്സിനിറ്റി സെക്ഷൻ 296 വരുന്നത്. അത് ആരെങ്കിലും അത്തരത്തിലുള്ള പുസ്തകങ്ങൾ, ഒബ്സീൻ സംഭവങ്ങളുള്ള പുസ്തകങ്ങൾ വിൽക്കുകയോ അത് വരക്കുകയോ പെയിന്റ് ചെയ്യുകയോ ഫിഗർ ചെയ്യുക 1. 2, ഇമ്പോർട്ട്സ്, എക്സ്പോർട്ട്സ് ഓർ കൺവെയിൻ എനി ഒബ്സീൻ ഒബ്ജക്റ്റ്, അത്ര പുസ്തകങ്ങൾ വിൽക്കുകയോ അത് കൊണ്ടു നടക്കുകയോ ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ അതിന്റെ ബിസിനസ്സിൽ പ്രോഫിറ്റിൽ പങ്കെടുക്കുക, പാർട്ടാകുക, അതിന്റെ അഡ്വർടൈസ്മെന്റ് സെയിലിൽ പാർട്ടാവുക ചെയ്താൽ, ഫസ്റ്റ് തവണ ചെയ്യുകയാണെങ്കിൽ 2 years ആണ് പണിഷ്മെന്റ്, സെക്കൻഡ് തവണ ചെയ്യുകയാണെങ്കിൽ 5 years ആണ് പണിഷ്മെന്റ്. ഇതാണ് 15 ക്വസ്റ്റ്യൻ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുള്ള സ്ലൈഡ് നിങ്ങൾക്ക് അയച്ചു തരാം. അടുത്തൊരു 15 പ്രോബ്ലം കൂടി പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. 8 മണിയാവുന്നു. 15 പ്രോബ്ലം കൂടി പറയാം. 15 പ്രോബ്ലം 15 മിനിറ്റ് കൊണ്ട് പറയാം. സെക്കൻഡ് സ്ലൈഡ് ഒന്ന് എടുക്കട്ടെ, ഒരു സെക്കൻഡ്. യെസ് ഓക്കെ. സ്ലൈഡ് കാണുന്നുണ്ടോ? കാണും അല്ലേ? ഓക്കെ. ക്രൈംസ് ടു പ്രോബ്ലം മാത്രം 15 പ്രോബ്ലം ഒരു 15 മിനിറ്റ് കൊണ്ട് പറയാം കേട്ടോ. 8:10 ആകുമ്പോൾ അവസാനിപ്പിക്കാം. Problem 1. A by putting X in fear of grievous hurt dishonestly induces X to sign a blank paper and deliver to A. ഗ്രീവിയസ് ഹർട്ട് ചെയ്യും എന്ന് പറഞ്ഞ് പേടിപ്പിച്ചിട്ട് ഒരു ബ്ലാങ്ക് പേപ്പറിൽ ഒപ്പിട്ടിട്ട് എ വാങ്ങിക്കൊണ്ടുപോയി. എക്സ് പേടിച്ചിട്ട് സൈൻ ചെയ്യുകയും ചെയ്തു, ആ പേപ്പർ കൊടുക്കുകയും ചെയ്തു. എ കുറ്റം ചെയ്തിട്ടുണ്ടോ എന്നാണ്. എക്സിനെ പേടിപ്പിച്ച് കൊല്ലും, ഗ്രീവിയസ് ഹർട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു വെള്ള പേപ്പറിൽ ബ്ലാങ്ക് പേപ്പറിൽ ഒപ്പിടുകയും അത് വാങ്ങിക്കൊണ്ടുപോവുകയും ചെയ്തു. എക്സ് ഒപ്പിട്ട് കൊടുത്തു. എന്ത് ഒഫൻസ് ആണ് ചെയ്തത് എന്ന ചോദ്യം. ഉത്തരം എക്സ്റ്റോർഷൻ ആണ്. ആ സെക്ഷനിൽ ഞാൻ മാറ്റുന്നുണ്ട്. സെക്ഷൻ IPC സെക്ഷനാണ്, അത് മാറ്റാം. എക്സ്റ്റോർഷൻ ആണ്. എക്സ്റ്റോർഷൻ ക്ലിയർ ആണ്. ഇതാണ് സെക്ഷൻ. Whoever intentionally puts any person in fear of any injury to that person or to other and thereby dishonestly induces the person so put in fear to deliver to any person any property or valuable security or anything signed or sealed which may be converted into valuable security commits extortion. Clear ആണല്ലോ? Yes. Illustration. A threatens to publish a defamatory libel concerning Z unless Z gives him money. പൈസ തന്നില്ലെങ്കിൽ ഞാൻ ഫേസ്ബുക്കിൽ എഴുതും. He thus induces S to give him money. He has committed extortion. Illustration. പിന്നെ പറഞ്ഞു, സെഡിന്റെ കുട്ടിയെ ഞങ്ങൾ തടഞ്ഞു വെക്കും, സ്കൂളിൽ പോകുമ്പോൾ പിടിച്ചു വെക്കും, ഈ പേപ്പർ സൈൻ ചെയ്തിട്ടില്ലെങ്കിൽ എന്ന് പറയുന്നു. അതും എക്സ്റ്റോർഷൻ ആണ്. അങ്ങനെ പേപ്പർ സൈൻ ചെയ്യുന്നു. പിന്നെ പ്രോബ്ലം 2. 2 lovers X and Y enter into suicide pact. രണ്ടുപേരും ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചു. ആൻഡ് ടേക്ക് പോയിസൺ ടു എൻഡ് ദർ ലൈഫ്. 2 പേരും വിഷം കുടിച്ചു. എക്സ് ഡൈസ്, എക്സ് മരിച്ചു. ബട്ട് വൈ സർവൈവ്സ്. വൈക്ക് കുഴപ്പമൊന്നുമില്ല, വൈ മരിച്ചില്ല. വെദർ വൈ ഈസ് ലയബിൾ ഫോർ എനി ഒഫൻസ്. വിഷം കഴിച്ചിട്ട് മരിക്കാത്ത വൈ എന്തെങ്കിലും കുറ്റം ചെയ്തിട്ടുണ്ടോ? അറ്റംപ്റ്റഡ് സൂയിസൈഡിന് ഒഫൻസ് അല്ല. പിന്നെ ഇറ്റ് ഈസ് നോട്ട് എ ക്രിമിനൽ. ഞാൻ സൂയിസൈഡിന് ശ്രമിച്ചു, ഇറ്റ്സ് നോട്ട് എൻ ഒഫൻസ്. ഇറ്റ്സ് നോട്ട് എ ക്രിമിനൽ ഒഫൻസ് ഇൻ ഇന്ത്യ. സെക്ഷൻ 309 IPC മുമ്പ് അത് ഒഫൻസ് ആയിരുന്നു. ഏർലിയർ പീനലൈസ് ചെയ്തിരുന്നു, പിന്നെ അത് ഒഴിവാക്കി. ഇപ്പം അത് ഒഫൻസ് അല്ല. ഓക്കെ. ഡിസിഷൻ. വൈ ഹു സർവൈവ്ഡ് കനോട്ട് ബി ഹെൽഡ് ക്രിമിനൽ ലയബിൾ ഫോർ അറ്റംപ്റ്റിംഗ് സൂയിസൈഡ്. പിന്നെ BNS ഇല്ല, BNS അത് പണിഷ്മെന്റ് ഇല്ല.
ഓക്കെ. അബറ്റ്മെന്റിലുണ്ട് കേട്ടോ, സൂയിസൈഡിന് പ്രേരിപ്പിക്കുന്നുണ്ട്. 306 IPC പറയുന്നുണ്ട്. ഞാൻ സൂയിസൈഡ് ചെയ്യാൻ വേണ്ടി ഒരാളെ നിർബന്ധിക്കുകയോ സപ്പോർട്ട് ചെയ്യുകയോ സഹായിക്കുകയോ ചെയ്താൽ, ഇഫ് എനി പേഴ്സൺ അബറ്റ്സ് the commission of suicide, there shall be punishment with imprisonment for a term that may extend to 10 years and shall also be liable for. ഒരാളെ സൂയിസൈഡിൽ പ്രേരിപ്പിച്ചാൽ, സൂയിസൈഡിലേക്ക് എത്തിച്ചാൽ 10 വർഷം വരെ പണിഷ്മെന്റ് ഉണ്ട്. ഫോർ അബറ്റ്മെന്റ് 3 ടൈപ്പുണ്ട്. ഇൻസ്റ്റിഗേറ്റ് ചെയ്യുക, പ്രേരിപ്പിക്കുക, ഇൻസ്റ്റിഗേഷൻ. ഇന്റൻഷൻ, പിന്നെ എൻകറേജ് ചെയ്യുന്നു, ആക്ട് ചെയ്യിപ്പിക്കുന്നു, ഒക്കെ പോട്ടെ. ഡിസിഷൻ based on the legal framework and relevant case law, why is unlikely to be held criminally liable for abetment to suicide unless there's a clear evidence of instigation or encouragement. കൃത്യമായിട്ട് ഉണ്ടെങ്കിൽ മാത്രം, അല്ലെങ്കിൽ വൈകുത്തവാദിയല്ല. Problem 3. A takes away a girl or 17 from the custody of her guardian. ഗാർഡിയനെ കസ്റ്റഡി എടുക്കുന്നു under the bona fide belief that she is above 18. ഈ കുട്ടിക്ക് 18 വയസ്സ് പൂർത്തിയായെന്ന് വെച്ചിട്ടാണ് ഇവൻ കൊണ്ടുപോകുന്നത്. പക്ഷെ ആക്ച്വലി ആ കുട്ടിക്ക് 17 വയസ്സായിട്ടുള്ളൂ. എ ഈസ് പ്രോസിക്യൂട്ടഡ് ഫോർ കിഡ്നാപ്പിംഗ് ദ ഗേൾ. കിഡ്നാപ്പ് ചെയ്തതിന് കേസ് വന്നു. ഡിസൈഡ്സ്, അത് സെക്ഷൻ 361 ആണ്. IPC ഇതിലുള്ള സെക്ഷനൊക്കെ IPC ആണ്, പഴയ സ്ലൈഡാണ്, IPC ആണ്. ഇഫ് സംവൺ ടേക്സ് എ മൈനർ അണ്ടർ 16 years of age if male, ആണാണെങ്കിൽ 16 വർഷത്തിൽ താഴെയുള്ള, പെൺകുട്ടിയാണെങ്കിൽ 18 സാൽ കൊണ്ടാണെങ്കിൽ എവേ ഫ്രം ദ ലോഫുൾ കസ്റ്റഡി, അത് കിഡ്നാപ്പിംഗ് ആണ്. 18, ആ കുട്ടിക്ക് 18 വിചാരിച്ചു, ഓക്കെ. പക്ഷെ 17 ആയിട്ടുള്ളെങ്കിൽ, അല്ലെങ്കിൽ 17 വയസ്സും 10 മാസവും 11 മാസവും ആയാൽ പോലും അത് കിഡ്നാപ്പിംഗ് ആണ്. ആ ഗേളിന്റെ കൺസെന്റ് ഉണ്ടായിരുന്നു, ഗേൾ സമ്മതിച്ചിട്ടാണ്. +2 പഠിക്കുന്ന കുട്ടിയാണ്, ആ കുട്ടി സമ്മതിച്ചാണ്. ഗേളിന്റെ കൺസെന്റ് അല്ല, നിങ്ങൾക്കറിയാം. കൺസെന്റ് ഓഫ് എ മൈനർ ഈസ് നോട്ട് അറ്റ് ആൾ എ കൺസെന്റ് ഓഫ് എ കോൺട്രാക്ട് വിത്ത് എ മൈനർ ഈസ് നോട്ട് അറ്റ് ആൾ എ കോൺട്രാക്ട്. ബോണഫൈഡ് ബിലീഫ് ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അതുകൊണ്ട് കാര്യമില്ല. അപ്പൊ ഹി ഈസ് ലയബിൾ ഫോർ ദ ഒഫൻസ് ഓഫ് കിഡ്നാപ്പിംഗ്. കിഡ്നാപ്പിംഗ് എന്ന ഒഫൻസിന് അദ്ദേഹം ഉത്തരവാദിയാണ്. യെസ്. പ്രോബ്ലം 4. ഹി സ്ട്രക്ക് എ വുമൻ ക്യാരിങ് ആൻ ഇൻഫന്റ് ഇൻ ഹെർ ഹാംസ്. ഒരു കുട്ടിയെ കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുന്ന സ്ത്രീയെ അടിച്ചു. വയലന്റ്ലി ഓവർ ഹെർ ഹെഡ് ആൻഡ് ഷോൾഡർ. അവരുടെ തലക്കും ഷോൾഡറിനും അടിച്ചു. അങ്ങനെ അടിച്ചപ്പോ വൺ ഓഫ് ദി ബ്ലോസ് ഫെൽ ഓൺ എ ചൈൽഡ്സ് ഹെഡ്. ഒരു അടി കുട്ടി കിട്ടി, ആ കുട്ടി മരിച്ചു. ഹാസ് ഹി കമ്മിറ്റഡ് എനി ഒഫൻസ്? അദ്ദേഹം ഒഫൻസ് ചെയ്തിട്ടുണ്ടോ? ആ സെക്ഷൻ 4 മൾഡറും കൾപ്പറേഷനും വിശദീകരിക്കുന്നില്ല, പറഞ്ഞതാണ്. അപ്പൊ അതുകൊണ്ട് പിന്നെ മിക്കവാറും അത് ഇറ്റ് കുഡ് ബി ക്ലാസിഫൈഡ് അണ്ടർ ഇന്റൻഷൻ ഉണ്ടെങ്കിൽ അത് മർഡർ അല്ലെങ്കിൽ കൾപ്പറേഷൻ ഹോമിസൈഡ് ആവും. എ സേസ് എ ബുക്ക് പബ്ലിഷ്ഡ് ബൈ സെഡ്. കഴിഞ്ഞ ക്വസ്റ്റ്യനില് ആ സ്ത്രീയുടെ തലക്കടിക്കാനല്ലേ ശ്രമിച്ചത്? അപ്പൊ കുട്ടിയുടെ നല്ല അറിയാതെ കൊണ്ടാണല്ലോ. അപ്പൊ കൾപ്പബിൾ ഹോമിസൈഡ് അല്ലേ വരേണ്ടത്? അതെ, അതായത് ആ കുട്ടിയെ അടിക്കാനുള്ള ഇന്റൻഷൻ ഉണ്ട്. ആ കുട്ടിയെ കൂടെ അടിക്കാനുള്ള ഇന്റൻഷൻ ഉണ്ടെങ്കിൽ മർഡർ ആണ്. സ്ത്രീയെ അടിക്കാനുള്ള ഇന്റൻഷൻ അത് ട്രാൻസ്ഫർ ഓഫ് മാലിസ് ആവില്ലേ? മാലിസ്യം വരാം. 301 അല്ലേ? ട്രാൻസ്ഫർ ഓഫ് മാലിസിൽ വരല്ലോ. കുട്ടിക്കൊള്ളുന്നു, ഉദ്ദേശിച്ച ആളല്ല മറ്റേ ആള് വരുന്നു അല്ലേ? ഓക്കെ, യെസ്. Okay, problem 5. A says a book published by Z. I am not surprised that Z's book is foolish and indecent, for he is a weak and a libertine. അയാൾ ബുക്കിനെ കുറിച്ച് പറഞ്ഞതാണ്. എ പറഞ്ഞു അയാൾ ഡിഫമേഷൻ പ്രോസിക്യൂട്ട് ചെയ്തു. ഡിഫൻസ് എന്താണ്? അപ്പൊ ഇൻ ദ ഗിവൺ സിനാറിയോ എ ഹാസ് മേഡ് എ സ്റ്റേറ്റ്മെന്റ് അബൌട്ട് എ ബുക്ക് ഫൂളിഷ് ആൻഡ് ഇൻഡിസെന്റ്. പിന്നെ സെറ്റിനെ കുറിച്ച് വീക്ക് ആൻഡ് ലിബർട്ടൈൻ. അത് നിർബന്ധമായിട്ടും ഡിഫമേറ്ററി ആണ്. സ്റ്റേറ്റ്മെന്റ് കുഡ് പൊട്ടൻഷ്യലി ബി കൺസിഡേർഡ് ഡിഫമേറ്ററി. ഡിഫമേഷൻ എന്താ പറയുന്നത് എക്സ്പ്ലെയിൻ ചെയ്ത് നേരത്തെ പറഞ്ഞുകൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഡിഫമേഷന്റെ എസെൻഷ്യൽസ് പറഞ്ഞിട്ടുണ്ട്, അതും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. കേസൊന്നും പോകണ്ട, കേസിലേക്കൊന്നും പോകണ്ട. സുബ്രഹ്മണ്യൻ സ്വാമി കേസും ഡിപ്റ്റി ചെയ്ത കേസും ഉണ്ട്, വേണമെങ്കിൽ സൈഡ് തരാം. പ്രോബ്ലം 6 പോവാം. എ ഇൻസ്റ്റിഗേറ്റ്സ് ബി ടു ബേൺ സെഡ്സ് ഹൗസ്. എ പ്രേരിപ്പിക്കുന്നു ബിയെ സെഡിന്റെ വീട് കത്തിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നു. ബി സെറ്റ്സ് ഫയർ. അങ്ങനെ ബി എന്ത് ചെയ്യുന്നു? തീയിടുന്നു. ടു ഹൗസ് അറ്റ് ദ സെയിം ടൈം കമ്മിറ്റ്സ് തെഫ്റ്റ് ഓഫ് ദി പ്രോപ്പർട്ടി. ബി തീയിടുകയും ചെയ്യുന്നു, പിന്നെ കളവ് നടത്തുന്നു. തീയിടാനേ എ പറഞ്ഞിട്ടുള്ളൂ. എ ഇൻസ്റ്റിഗേറ്റ്സ് ബി. എ തീയിടാനേ ബിയോട് പറഞ്ഞിട്ടുള്ളൂ. ബി തീയിടലും ചെയ്തു, മോഷ്ടിക്കുകയും ചെയ്തു. 7 ഉത്തരവാദിത്വം എന്താണ്? ചോദ്യം 7 ഉത്തരവാദിത്വം എന്താണ്? എന്താ ക്രിമിനൽ ലയബിലിറ്റി? എ ഇൻസ്റ്റിഗേഷൻ ഉണ്ട്, പ്രേരിപ്പിച്ചു.
ഒരു കാര്യം ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിച്ചാൽ 107 IPC അബറ്റ്മെന്റ് വരും. അബറ്റ്മെന്റ് ബൈ ഇൻസ്റ്റിഗേഷൻ, അബറ്റ്മെന്റ് ബൈ കോൺസ്പിറസി, അബറ്റ്മെന്റ് ബൈ ലീഗൽ എയ്ഡ്. ഇവിടെ അബറ്റ്മെന്റ് ആണ്. പിന്നെ ഇവിടെ അബറ്റ്മെന്റിന് ഇയാൾ ഉത്തരവാദിയാണ്. പിന്നെ അബറ്റ്മെന്റ് പണിഷ്മെന്റ് സെക്ഷൻ 109 ഞാൻ ഈ സ്ലൈഡിൽ IPC പഴയ സ്ലൈഡാണ്, ഇന്നത്തെ IPC കാണുക കേട്ടോ, നിങ്ങൾ മാറ്റം വരുത്തണേ. പിന്നെ ഇതിനകത്ത് 109 IPC അബറ്റ്മെന്റ് പറയുന്നുണ്ട്, ഇഫ് ദ ഓഫൻസ് അബറ്റഡ് ഈസ് കമ്മിറ്റഡ്, ഞാൻ പ്രേരിപ്പിച്ചിട്ട് അയാളെ പ്രവൃത്തി ചെയ്തു, ദ അബറ്റർ ഈസ് ലയബിൾ ടു ദ സെയിം പണിഷ്മെന്റ് ആസ് ഇഫ് ദേ ഹാഡ് കമ്മിറ്റഡ് ഓഫൻസ് ദംസെൽസ്. ഇയാൾ ഒന്നും ചെയ്തിട്ടില്ല, ഇയാൾ തീയിടാൻ പറഞ്ഞിട്ടുള്ളൂ, മറ്റൊന്നും പോയി തീയിട്ടു. പക്ഷേ ഈ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് അയാൾ തീയിട്ടതെങ്കിൽ ആ തീയിട്ട ആളുടെ അതേ കുറ്റം തന്നെ ഇയാൾക്കും വരും. Therefore, A can be held criminally liable for abatement to burn that house. പിന്നെ ബിക്ക് ഒന്ന് തീ കിട്ടും, അത് ഒഫൻസ് ആണ്. രണ്ടാമത്തതോ പിന്നെ എക്സ്പ്ലോസീവ് വെച്ച് തീ കിട്ടുന്ന ഒന്നുണ്ട്, പിന്നെ തെഫ്റ്റിന്റെ പണിഷ്മെന്റ് വേറെയും വരും. ബിക്ക് തീയിട്ടതിന്റെ പണിഷ്മെന്റും തെഫ്റ്റിന്റെ പണിഷ്മെന്റും വരും. ക്ലിയർ ആയല്ലോ? തീയിട്ടതൊക്കെ തെഫ്റ്റിന് 378, തെഫ്റ്റിന്റെ പണിഷ്മെന്റ് എക്ക് വരില്ല, കാരണം എ തെഫ്റ്റിന് അബറ്റ് ചെയ്തിട്ടില്ലല്ലോ. എക്ക് അബറ്റ് തീയിട്ടതിന് മാത്രമാണ് എക്ക് അബറ്റ്മെന്റ് വരിക. ബിക്ക് അബറ്റ്മെന്റും തെഫ്റ്റും പണിഷ്മെന്റ് വരും. യെസ്, പോട്ടെ. കൺക്ലൂഷൻ, എ ഈസ് ലയബിൾ ഫോർ അബറ്റ്മെന്റ് ടു ബേൺ സെഡ്സ് ഹൗസ്. എക്ക് സെഡിന്റെ ഹൗസ് കത്തിച്ചതിനുള്ള അബറ്റ്മെന്റ് വരും. ബിക്ക് തീ കത്തിച്ചതിനും തെഫ്റ്റിനും വരും. ഓക്കെ. പ്രോബ്ലം 7, 15 ഉണ്ട്. പ്രോബ്ലം 7, X holds Z down and dishonestly takes Z's money and jewels from a Z's person without Z's consent. X എന്ത് ചെയ്തു? Z പിടിച്ചിട്ട് അയാളുടെ പൈസയും അയാളുടെ സ്വർണങ്ങളും ആഭരണങ്ങളും എടുത്തു, ജഡ്ജിന്റെ സമ്മതമില്ലാതെ. എന്താണ് ഒഫൻസ്? തെഫ്റ്റ് അല്ലല്ലോ. തെഫ്റ്റ് വരുമോ? തെഫ്റ്റ് അല്ല, അത് റോബറി. എക്സ് പിടിച്ചിട്ടല്ലേ തെഫ്റ്റ്. അത് തെഫ്റ്റ് പറയുന്നു, റോബറി പറയുന്നു. ഇതിൻ്റെ അകത്ത് റോബറി തന്നെയല്ല, ഇത് തെഫ്റ്റ് അല്ലല്ലോ. സെക്ഷൻ 395. സാറേ, പുതിയ BNS സ്നാച്ചിങ് ആവില്ലേ? സ്നാച്ചിങ് എന്ന് പറഞ്ഞാൽ അറിയാതെ ചെയ്യുന്നതല്ലേ, ഇത് പിടിച്ച് ചെയ്യുന്നതല്ലേ. സ്നാച്ചിങ് എന്ന് പറഞ്ഞാല് നമ്മൾ തട്ടിക്കെടുക്കല്ലേ. സ്നാച്ചിങ് വരെ അല്ലേ? സ്നാച്ചിങ് മാല പൊട്ടിക്കുന്നതൊക്കെ മാല പൊട്ടിക്കുന്നതാണ്. ഓക്കെ, യെസ്. ഓക്കെ, പോട്ടെ. പ്രോബ്ലം 9, A instigates B to commit theft in the house of sex. A പറയുന്നു ബിയുടെ വീട്ടിൽ പോയിട്ട് കളവ് നടത്താൻ വേണ്ടി ഇൻസ്റ്റിഗേറ്റ് ചെയ്യുന്നു. While committing theft, ഇത് നേരത്തെ പറഞ്ഞ കേസ് അതേപോലെ കേസ് ഉണ്ട് കേട്ടോ. While committing theft, he rapes a girl in the house. കളവ് നടത്തിയ സമയത്ത് അവിടെ പെൺകുട്ടിയെ റേപ്പ് ചെയ്യുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞു, നമ്മൾ നേരത്തെ തീ കത്തിക്കണം പറഞ്ഞല്ലോ. അപ്പൊ ഇവിടെ ഇൻസ്റ്റിഗേറ്റ് ചെയ്യുന്നത് തെഫ്റ്റ് നടത്താനാണ്, പക്ഷെ അയാൾ തെഫ്റ്റും റേപ്പും നടത്തുന്നു. അപ്പൊ റേപ്പിന് ഉത്തരവാദിത്വം എക്ക് വരില്ല. ക്ലിയർ? 10, പിന്നെ എ ഗ്രാജുവേറ്റ് wrote a letter containing indecent overtures and posted it in an envelope addressed to B with whom he was not acquainted has a committing offense. ഒരു വേറെയുള്ള ആളാണ്, അയാൾ ലെറ്റർ ഉണ്ടാക്കുന്നു, പിന്നെ വളരെ മോശമായ കാര്യങ്ങളൊക്കെ വരുന്നു. അതിനകത്ത് ഇന്ന എൻവലപ്പ് അഡ്രസ് ടു ബിക്ക് അയച്ചു കൊടുക്കുന്നു, അല്ലെ? അയച്ചു കൊടുക്കുന്നു. എ ചെയ്ത ഒഫൻസ് എന്താണ്? എ ചെയ്ത ഒഫൻസ് ഒബ്സിനിറ്റി ആണ്, അല്ലെ? ഡിഫമേഷൻ വരില്ലല്ലോ. ഗ്രാജുവേറ്റ് റോട്ട് ലെറ്റർ കണ്ടെയ്നിങ് ഇൻഡീസെന്റ് ഓവർച്ചേഴ്സ്, അത് അയാൾക്ക് തന്നെ അയച്ചു കൊടുത്തിരിക്കല്ലേ. അവിടെ വരിക ഒബ്സിനിറ്റി ആണ്, പഴയ IPC സെക്ഷൻ 292. അവിടെ ഡിഫമേഷൻ വരില്ല. മൂന്നാമതൊരാൾക്ക് കുറിച്ചാണെങ്കിൽ പറയുന്നെങ്കിൽ ഓക്കെ, പക്ഷെ ഇത് ഇൻഡീസെന്റ് ആയ കാര്യങ്ങളാണ് പറയുന്നതെങ്കിൽ ഒബ്സിനിറ്റി ആണ്. സെക്ഷൻ 11, എ കിൽസ് ഹിസ് 10-month-old daughter under delusion that she was a devil. സ്വന്തം മകളെ കൊല്ലുന്നു, മകള് പ്രേതമാണ് അല്ലെങ്കിൽ പിശാചാണെന്ന് വിചാരിച്ചിട്ട് കൊല്ലുന്നു. എ ഈസ് പ്രോസിക്യൂട്ടഡ് ഫോർ മർഡർ ഡിസൈഡ്. അതിനകത്ത് മെന്റൽ ഇന്റൻഷൻ നോക്കണം കേട്ടോ, കാരണം അയാളുടെ സൈക്കോളജിക്കൽ സ്റ്റേറ്റും കൂടി നോക്കിയിട്ട് പണിഷ്മെന്റ് കൊടുക്കാൻ പറ്റുള്ളൂ. 100% മർഡർ ആയിക്കോളുന്നില്ലത്. എന്താ വാട്ട്സ് യുവർ ഒപ്പീനിയൻ? സ്വന്തം മകളെ ഒരു പിശാചാണ് എഴുതി കൊല്ലുന്നു. സാർ പറഞ്ഞത് ശരിയാ. അങ്ങനെ
സൈക്കോളജിക്കൽ കണ്ടീഷൻ നോക്കിയിട്ട് വേണം ചെയ്യാൻ. കാരണം അത് അയാളെ വല്ലാത്തൊരു മാനസികാവസ്ഥ ആയിരിക്കും. ഓക്കെ, അയാളൊരു മെന്റൽ ഇന്റൻഷൻ നോക്കണം. പ്രോബ്ലം 12. A with the intention to kill B shoots B who is already dead. മരിച്ചു അയാളെ കൊണ്ട് കൊന്നത്. Has a committed an offense. ഒരാളെ കൊല്ലാൻ ഉദ്ദേശം ഉണ്ടായിരുന്നു. കൊല്ലാൻ ഉദ്ദേശം ഉണ്ടായിട്ട് ഷൂട്ട് ചെയ്യുകയും ചെയ്തു. പക്ഷെ അയാൾ ആൾറെഡി മരിച്ചിരുന്നു. ഇയാൾ വെടിവെക്കുന്നതിന് മുമ്പ് അയാൾ മരിച്ചിരുന്നു. ഒഫൻസ് ചെയ്തിട്ടുണ്ടോ? എന്താണ് ഉത്തരം? മെൻസറി ഉണ്ട്. പക്ഷെ ഇയാള് ശവശരീരത്തിനെ കിട്ടിയിരിക്കുന്നത് കൊല്ലാന്. അത് മർഡർ ആവുമോ ചോദ്യം? ഇല്ല സാർ, മർഡർ അല്ല. എന്താവും പിന്നെ? മർഡർ അല്ലെങ്കിൽ എന്താവും? ഒഫൻസ് ഇല്ലല്ലോ. അറ്റംപ്റ്റ് മർഡർ ആവാലോ. അറ്റംപ്റ്റ് മർഡർ ആയിക്കൂടെ? അതാണ് ചോദ്യം. അറ്റംപ്റ്റ് മർഡർ ആയിക്കൂടെ? ഒഫൻസ് ഇല്ല എന്ന് അറ്റംപ്റ്റ് മർഡർ ആവാന്ന് എന്ത് തോന്നുന്നു? യെസ്. ക്വസ്റ്റ്യൻ നമ്പർ 13. A instigates B to murder C. A ബിയോട് പറയാണ് സിയെ കൊല്ലണം എന്ന് പറഞ്ഞിട്ട് ഇൻസ്റ്റിഗേറ്റ് ചെയ്യുന്നു. ബി റെഫ്യൂസസ് ടു ഡു സോ. ബി ചെയ്യാൻ തയ്യാറായില്ല. ബി വേണ്ട, എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞു. ഹാസ് എ കമ്മിറ്റഡ് എനി ഒഫൻസ്. എ എന്ന് ചെയ്തിട്ടുണ്ടോ? ഒരാളെ ഇൻസ്റ്റിഗേറ്റ് പ്രേരിപ്പിച്ചു, പക്ഷെ പ്രേരിപ്പിച്ച് മറ്റേ തയ്യാറായില്ല. വരും. ഓക്കെ. പ്രോബ്ലം 14. വലിയ പ്രോബ്ലം ആണ്. A and B takes C to their house. എയും ബിയും കൂടി സിയെ അവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി. ആഫ്റ്റർ ഗിവിംഗ് ഹിം ലിക്വർ, മദ്യം കൊടുത്ത ശേഷം, they inflict a heavy blow on C's head. സിയുടെ തലക്ക് ഒരു വലിയ അടി അടിച്ചു. സി becomes unconscious. സി അബോധാവസ്ഥയിലായി. ബിലീവിംഗ് ഹിം ടു ബി ഡെഡ്, മരിച്ചു എന്ന് വിചാരിച്ചിട്ട് they hang the body so as to make an impression C committed suicide. മരിച്ചു എന്ന് വിചാരിച്ചിട്ട് ബോഡി കെട്ടി തൂക്കി. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കണ്ടത് ഈ സി മരിച്ചത് അടി കൊണ്ടല്ല, സി മരിച്ചത് കെട്ടി തൂക്കിയവനാണ്. എ ആൻഡ് ബി ആർ പ്രോസിക്യൂട്ടഡ് ഫോർ കോസിംഗ് ഡെത്ത് ഓഫ് സി. ഡിസ്കസ്. എന്താ അഭിപ്രായം? ഞാൻ പല സിനിമയും കണ്ടിട്ടില്ലേ, മരിച്ചു കഴിച്ചിട്ട് കെട്ടി തൂക്കും. ഇന്റൻഷൻ കില്ലിംഗ് ആണല്ലോ, അപ്പൊ അതുകൊണ്ട് മർഡർ ആവും. ആക്ഷൻ ഉണ്ട്. ഇന്റൻഷൻ കില്ലിങ്ങിന് ഉറപ്പുവരുത്താനാണല്ലോ ഇത് ചെയ്തത്. ഹാങ് ചെയ്തത് എയും ബിയും കൂടെ ചേർന്നാണല്ലോ, മർഡർ തന്നെയാണല്ലോ. മർഡർ ആണല്ലേ? പക്ഷെ മർഡർ ഇവരെ ഇങ്ങനെ ആയിക്കൂടെ? അബദ്ധത്തിൽ അടിച്ചുപോയി. അപ്പോ അങ്ങനെ സംഭവിക്കാമോ? അടിച്ചു, ആൾക്ക് ശിക്ഷ കൊടുക്കാതെ വിചാരിച്ചിട്ടുള്ളൂ, പക്ഷെ അയാൾ മരിക്കുന്നു വിചാരിച്ചില്ല. അങ്ങനത്തെ കേസുകൾ ഉണ്ടാവില്ലേ? പക്ഷെ അവര് മരണം ഷുവർ ചെയ്യാൻ വേണ്ടിയാണല്ലോ കെട്ടി തൂക്കിയത്. സർ, കൾപ്പബിൾ ഹോമിസൈഡിനെ ആ ഒരു അടിയിലൂടെ മരണപ്പെട്ടു എന്നുള്ളത് അറിയാണ്ടിരിക്കാനായിട്ട് കെട്ടി തൂക്കിയതല്ലേ? അങ്ങനെ ഒരു ആക്ട് ആയിട്ട്. അതുകൊണ്ട് അപ്പം കൾപ്പബിൾ ഹോമിസൈഡ് വരാൻ ചാൻസ് ഇല്ലേ? ഹോമിസൈഡ് ആവാം അല്ലേ? മർഡർ ആവണമെന്നില്ല. മർഡർ ഉറപ്പുവരുത്താനാണല്ലോ കെട്ടി തൂക്കിയത്. ആള് ഉറപ്പുവരുത്താൻ അവിടെ എവിഡൻസ് ഡിസ്ട്രക്ഷൻ വേറെ ഒരു അത് വേറുണ്ട്. എവിഡൻസ് ഡിസ്ട്രക്ഷൻ വേറുണ്ട്. എന്തായാലും ഉറപ്പായിട്ട് മർഡർ തന്നെ. 15. രവി, എ ബോയ് ഓഫ് 8 years, 8 വയസ്സുള്ള കുട്ടിയാട്ടോ, took a watch worth ₹5,000. 5,000 വാച്ച് എടുത്തു. ആൻഡ് സോൾഡ് ഇറ്റ് ടു രാമു ഫോർ ₹200. 5,000 സാധനം ഇട്ടിട്ട് 200 വിറ്റു. ഡിസ്കസ് ദ ക്രിമിനൽ ലയബിലിറ്റി ഓഫ് രാമു. രാമു ഉത്തരവാദിയാണോ? വാട്ട് ഇസ് ദ ലയബിലിറ്റി ഓഫ് രാമു? ഇന്റൻഷനിലാണെങ്കിൽ വരാം. രാമു വാങ്ങിയത് 200. അയാള് റിസീവിംഗ് ദ സ്റ്റോളൻ പ്രോപ്പർട്ടി ആയിക്കൂടെ? കാരണം രവിക്ക് ഉത്തരവാദിത്തം വരില്ല, ബിക്കോസ് ഹീസ് ഓൺലി 8 years old. രവിക്ക് ഉത്തരവാദിത്തം വരില്ല. പക്ഷെ രാമുവിന് അറിയാം ഈ സാധനത്തിന് 200 അല്ല. പിന്നെ 8 വയസ്സായ കുട്ടികൾ വാങ്ങുമ്പോ സ്റ്റോളൻ പ്രോപ്പർട്ടി അല്ലേ വാങ്ങണത്? അൺഡ്യൂ ഇൻഫ്ലുവൻസിൽ വരില്ല സർ. അൺഡ്യൂ ഇൻഫ്ലുവൻസ്, അത് അൺഡ്യൂ ഇൻഫ്ലുവൻസ് വരാണ്. 7 yearsന് മുകളിലായതുകൊണ്ടേ കുട്ടിക്ക് അതിന്റെ കോൺസിക്വൻസുകൾ അറിയാമെങ്കിൽ അതിൻ്റെതായിട്ടുള്ള അത് വരില്ലേ? അത്രേ ഉള്ളൂ. പക്ഷെ 12 വയസ്സ് വരെ ഡോളി ഇൻകാപ്പാക്സ് അല്ലേ സർ? 7 ആണ്. ഡോളി ഇൻകാപ്പാക്സ് 7 ആണ്. 7 to 12 നമ്മളിങ്ങനെ ഒരു ഇത് കൊടുക്കാറുണ്ട്, എക്സെപ്ഷൻ കൊടുക്കാറുണ്ട്. 7 to 12 ഒരു പരിഗണന കൊടുക്കാറുണ്ട്. രവിക്ക് പണിഷ്മെന്റ് കിട്ടാൻ സാധ്യത. രാമുവിന് അറിയാം ഈ സാധനം
5,000 സാധനം 200 ചുളിവ് കിട്ടുകയാണെങ്കിൽ രാമു ലയബിൾ ആവും. ഈ കുട്ടിയെ കൊണ്ട് ചെയ്യിച്ചതാണെങ്കിൽ രാമു നല്ല ലയബിലിറ്റി വരും. അതല്ല അണ്ടർ ഇൻഫ്ലുവൻസ് കോൺട്രാക്ട് വരാം. ക്രിമിനൽ അത് കോൺട്രാക്ട് ആണ്. ക്രിമിനൽ ലയബിലിറ്റി എനിക്ക് തോന്നുന്നു റിസീവിങ് സ്റ്റോളൻ പ്രോപ്പർട്ടി അറിഞ്ഞുകൊണ്ടായിട്ടാണെങ്കിൽ, അല്ലെങ്കിൽ ചീറ്റിംഗ് വന്നോടെ. ഇപ്പൊ സ്റ്റോളൻ പ്രോപ്പർട്ടി അറിഞ്ഞിട്ടുണ്ടെങ്കിൽ റിസീവിങ് സ്റ്റോളൻ പ്രോപ്പർട്ടി ഉത്തരവാദിത്വം വരും. അതല്ലെങ്കിൽ കുട്ടിയെ പറ്റിച്ചു, ചീറ്റിംഗ് ആയിക്കൂടെ. 5,000 സാധനം 200 ലയബിൾ ആണ്. ഓക്കെ, അതായത് ആൻസർ ഉണ്ട്. എന്താ, രവി തെഫ്റ്റ് ആണ്, പക്ഷെ ഇവിടെ ലയബിലിറ്റി ഉണ്ടാവില്ല. രാമു അതാ റിസീവിംഗ് സ്റ്റോളൻ പ്രോപ്പർട്ടി അണ്ടർ സെക്ഷൻ 411 രാമുവിന്റെ ഒഫൻസ്. സെക്ഷൻ 411 എക്സ്പ്ലെയിൻ ചെയ്യേണ്ട പറയുന്നില്ല. പ്രോബ്ലം 6, മദർ ഓഫ് എ ന്യൂലി ബോൺ. ഞാൻ 15 ഉദ്ദേശിച്ചു, 1 പ്രോബ്ലം കൂടുതലുണ്ട്. മദർ ഓഫ് എ ന്യൂലി ബോൺ ചൈൽഡ് with a view to dispose it off gave it to her sister who left it in a train compartment. ഒരു പുതിയ കുട്ടിയെ ജനിച്ച് കളയാൻ വേണ്ടിയിട്ട് പെങ്ങളുടെ സിസ്റ്റർ കൊടുത്തു. സിസ്റ്റർ ട്രെയിൻ കമ്പാർട്ട്മെന്റ് പോകുന്നു. എന്ത് ഒഫൻസ് ചെയ്തത്? വാട്ട് ഒഫൻസ് ഹാസ് ദ മദർ ആൻഡ് ഹർ സിസ്റ്റർ കമ്മിറ്റഡ്? പുതിയ കുട്ടി ജനിച്ചു, ആ കുട്ടിയെ ട്രെയിൻ കമ്പാർട്ട്മെന്റ് പോകുന്നു. പിന്നെ അബാൻഡ്മെന്റ് ആൻഡ് എക്സ്പോഷർ ഓഫ് ഇൻഫന്റ്, ഇത് സെക്ഷൻ 317 IPC ആണ്. അതിനകത്ത് BNS സെക്ഷൻ മാറ്റുണ്ടാവും, ബാക്കിയെല്ലാം ഓക്കെയാണ്. അക്കോർഡിംഗ് ടു ദിസ് സെക്ഷൻ, whoever being the father or mother of a child under the age of 12 years or having the care of such a child exposes or leaves such a child in any place with the intention of wholly abandoning the child commits an offense. Thus punishment for the offense is imprisonment for a term which may extend to 7 years or a fine. ഇതിങ്ങനെ ഒഫൻസ് ഉണ്ട്. അബാൻഡ്മെന്റ് ഓഫ് ഇൻഫന്റ് സെക്ഷൻ 317 IPC കറസ്പോണ്ടിങ് BNS നോക്കണം. പിന്നെ കൺസീൽമെന്റ് IPC ബർത്ത് ഓഫ് എ ചൈൽഡ് കൺസീൽമെന്റിന് സെക്ഷൻ 318 പ്രകാരം ഒഫൻസ് ആണ്. ഡിസിഷൻ ഇൻ ദിസ് കേസ് ദ മദർ ആൻഡ് ഹർ സിസ്റ്റർ ഹാവ് അബൻഡൻഡ് ദ ന്യൂ ബോൺ ചൈൽഡ് ബൈ ലീവിംഗ് ഇറ്റ് ഇൻ എ ട്രെയിൻ കമ്പാർട്ട്മെന്റ് വിച്ച് ഫാൾസ് അണ്ടർ ദ ഒഫൻസ് ഓഫ് അബാൻഡ്മെന്റ് ആൻഡ് എക്സ്പോഷർ ഓഫ് എൻ ഇൻഫന്റ്. അഡീഷണലി, if they conceal the birth by leaving the child's body in a train compartment, would also be an offense under the concealment of birth of a child. അപ്പോൾ ഓക്കെ, താങ്ക് യു. ഞാനൊരു 15 പോയിന്റ് പറഞ്ഞു, ഒരു 15 കേസും പറഞ്ഞു. ഒരു 1 hour ആണ് ഉദ്ദേശിച്ചത്, 1.5 മണിക്കൂർ അപ്പുറത്തേക്കും പോയി. യെസ്, സ്ലൈഡ് തൃശ്ശൂർക്കും കൂടെ ഷെയർ ചെയ്യൂ. തൃശ്ശൂരുള്ളവർക്കും വേണം. എവിടേക്കാണ് തരാം. ഇതിനകത്ത് കുറച്ച് ഞാൻ ലാസ്റ്റ് മിനിറ്റ് തയ്യാറായ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, അത് ക്ഷമിക്കണം. ഒരു സ്ലൈഡ് പഴയ സ്ലൈഡാണ്, അതിൽ IPC ആണ്. അത് നിങ്ങൾ കറസ്പോണ്ടൻസ് ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്താൽ മതി. അതിന്റെ കറസ്പോണ്ടന്റ് BNS മനസ്സിലാക്കാം കേട്ടോ. വിജയകുമാർ സാർ എന്താ പറയാനുണ്ടോ? വിജയകുമാർ സാർ ഹാൻഡ് റൈസ് ചെയ്ത് കാണുന്നുണ്ട്. ഓക്കെ, താങ്ക് യു. PPT ഇപ്പൊ തന്നെ ഒന്ന് ഷെയർ ചെയ്യില്ലേ? ഞാൻ എങ്ങോട്ടാ അയക്കേണ്ടത്, ആർക്കാ അയക്കേണ്ടത്? ഗ്രൂപ്പിൽ ഇട്ടാ മതി സാർ. ഈ ഗ്രൂപ്പിൽ തന്നെ ഇട്ടോ. ഗ്രൂപ്പിൽ എന്നെ ഉൾപ്പെടുത്തിയിട്ടില്ലേ? ഞാൻ ഗ്രൂപ്പിൽ തൃശ്ശൂർക്കും കൂടെ ഒന്ന് അയക്കണുണ്ട് സാറേ. എനിക്ക് അയക്കാനുള്ള ഞാനൊരു കാര്യം ചെയ്യാം. പിന്നെ രഞ്ജിതന്റെ ഗ്രൂപ്പിൽ അയച്ചാലോ? രഞ്ജിത അയച്ചോളൂല്ലേ ഗ്രൂപ്പില്? രഞ്ജിത അയക്കോ? രഞ്ജിത ക്ലാസ്സിലുണ്ടോ? പിന്നെ ഞാൻ ആർക്കൂടെ അയക്കാം. പിന്നെ ഒരാള് ബാക്കിയുള്ള ഷെയർ കൊടുത്താൽ മതി. തൃശ്ശൂർത്തെ ആർക്കെങ്കിലും അയക്കണേ സാറേ. അയക്കാം. ഞാൻ കാര്യം ചെയ്യാം. ഞാൻ എന്റെ മൊബൈൽ നമ്പർ അയക്കാം കേട്ടോ. ഇപ്പൊ തന്നെ ഒന്ന് അയച്ചോളൂ. ഞാൻ ആ നമ്പറിൽ നിങ്ങൾ ഹായ് അയച്ചോളൂ. ഞാൻ ഇപ്പൊ തന്നെ അയച്ചുതരാം. പിന്നെ കോഴിക്കോട് ഇത് ഓക്കെ, ഞാൻ എന്റെ മൊബൈൽ നമ്പർ അയച്ചിട്ടുണ്ട്. അതിലേക്കൊന്ന് വാട്സപ്പിൽ ഒരാൾ തൃശ്ശൂരിൽ ഒരാൾ ഹായ് അയച്ചാൽ ഞാൻ ഇപ്പൊ തന്നെ അയച്ചുതരാം കേട്ടോ. കോഴിക്കോട് ഞാൻ ഈ ഗ്രൂപ്പിലില്ല, അതാ പ്രശ്നം. പിന്നെ കോഴിക്കോട് ചോദിക്കുമ്പോൾ ഞാൻ കൊടുക്കാം. തൃശ്ശൂരും കോഴിക്കോട് മാത്രമേ ഉള്ളൂ, മറ്റു കോളേജിലല്ലോ. KMCT നെഹ്റു ഒന്നുമില്ലല്ലോ, ഇല്ല തോന്നുന്നു. തൃശ്ശൂർ ഞാനിപ്പോ എന്റെ മൊബൈൽ നമ്പർ അയച്ചിട്ടുണ്ട്. അതിനകത്തൊന്ന് നിങ്ങൾ ഇപ്പൊ ഹായ് അയച്ചത് ഞാൻ ഇപ്പൊ തന്നെ ഷെയർ ചെയ്യാം കേട്ടോ. ഒരു സംശയം, നമ്പർ ഒന്ന് പറയാവോ? നമ്പർ 984-9662-001 984-662-001. സാറേ ഒരു സംശയം, 304(1) സ്നാച്ചിങ് പറയണതും എക്സ്റ്റോർഷനും തമ്മിൽ പ്രോബ്ലത്തിൽ വരുമ്പോ എങ്ങനെയാ നമ്മൾ ഐഡന്റിഫൈ? സ്നാച്ചിങ്ങും അതുപോലെ എക്സ്റ്റോർഷനും തമ്മിലുള്ള എക്സ്റ്റോർഷന് എന്താ വെച്ചാല് നമ്മൾ തരികയാണ്. ഇപ്പൊ സാറ് എന്നെ പീഡിപ്പിക്കുന്നു, ഞാൻ തേനിട്ട് തരുന്നതാണ് എക്സ്റ്റോർഷൻ. സ്നാച്ചിങ് അങ്ങനെയല്ല, സ്നാച്ചിങ് കവർന്നെടുക്കുകയാണ്. എക്സ്റ്റോർഷൻ ഞാൻ തരുന്നതാണ്.
സാർ എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നു. സാറും എന്നെ പറഞ്ഞിട്ട് എന്തെങ്കിലും ബ്ലാക്ക്മെയിൽ ചെയ്തിട്ട് സാറിന്റെ വീട്ടിലേക്ക് സാറിന് ഭാര്യയെ കാര്യം അറിയിക്കും. സാർ ഇങ്ങനെ സ്ത്രീയുമായി ബന്ധമുണ്ട്, ആ ബന്ധമുള്ള കാര്യം എന്റെ തെളിവ് കിട്ടിയിട്ടുണ്ട്, സാറിന്റെ ഭാര്യയെ അറിയിക്കും. അതുകൊണ്ട് സാറ് എനിക്ക് 25,000 അയക്കണം. ഞാൻ അപ്പൊ തന്നെ ജോയ് സാറിന് 25,000 ഗൂഗിൾ പേ അയക്കുന്നു. അതാണ് എക്സ്റ്റോർഷൻ. സ്നാച്ചിങ് എന്നുള്ളതല്ല. ഞാൻ നടന്നു പോകുമ്പോൾ എന്റെ മൊബൈൽ തട്ടിപ്പറിക്കുന്നു. ഡൽഹി സംഭവിക്കുന്നതല്ലേ, നടന്നു പോകുമ്പോൾ മൊബൈൽ തട്ടിപ്പറിക്കുന്നു. സ്നാച്ചിങ് മറ്റേ തരുന്നു. എക്സ്റ്റോർഷൻ നേരിട്ടാണ്, പേടിച്ച് തരുന്നതാണ്. പേടിച്ചിട്ടോ ഭീഷണിപ്പെടുത്തിയിട്ടോ എന്തെങ്കിലും തരുന്നു. അപ്പൊ മൊബൈൽ നമ്പർ അയച്ചിട്ടുണ്ട്. സർ ഒരു സംശയം. സർ നേരത്തെ ഡെഡ് ബോഡീനെ ഷൂട്ട് ചെയ്യുന്ന കാര്യം പറഞ്ഞില്ലേ, അപ്പം അറ്റംപ്റ്റ് ടു മർഡർ എന്ന് പറഞ്ഞു. സോ ഓൾറെഡി ഡെഡ് ആണ്, പിന്നെ എങ്ങനെ അറ്റംപ്റ്റ് ടു മർഡർ പറ്റുന്നത്? ഓഫൻസ് എന്താ വരിക അത് നോക്കോ? എന്താ ഒഫൻസ് വരിക നോക്കോ? ഡെഡ് ബോഡീനെ റെസ്പെക്ടിങ് ഡെഡ് ബോഡി അല്ലാതെ അറ്റംപ്റ്റ് ടു മർഡർ വരില്ലല്ലോ, കാരണം ഓൾറെഡി ഡൈ. ബോഡി ഡെഡ് ആണെന്ന് അയാൾക്ക് അറിയില്ലല്ലോ, അറിയാതെയാണല്ലോ ചെയ്തിരിക്കുന്നത്. പക്ഷെ എന്നാലും അറ്റംപ്റ്റ് ടു മർഡർ malicious intention ഉണ്ടല്ലോ, ബോഡി ടുവേർഡ്സ് ദ ബോഡി malicious intention ഉണ്ടല്ലോ. ഉണ്ടെങ്കിലും ഈസ് നോട്ട് ലൈവ്, ഈസ് ഡെഡ്. അപ്പം അറ്റംപ്റ്റ് ടു മർഡർ എങ്ങനെ വരും? അത് ഷൂട്ട് ചെയ്ത ആൾക്ക് അറിയില്ലല്ലോ. എന്നാലും അറ്റംപ്റ്റ് ടു മർഡർ എങ്ങനെ വരും? ഈസ് ഓൾറെഡി ഡെഡ്. അവിടെ കൊല്ലാനുള്ള ഇന്റൻഷൻ ആയിരുന്നല്ലോ ഷൂട്ട് ചെയ്ത ആൾക്കുണ്ടായിരുന്നത്. ഡെഡ് ഓർ നോട്ട് ആൾക്കറിയില്ലല്ലോ. ഇല്ല, ഞാൻ എന്റെ ഡൗട്ട് ഇത്രേ ഉള്ളൂ. ഇന്റൻഷനും ഉണ്ട്, ആർട്ടിസ്ട്രിയും ഉണ്ട്, പക്ഷെ ദ പേഴ്സൺ ഇസ് ഓൾറെഡി ഡെഡ്. പിന്നെ എങ്ങനെ അറ്റംപ്റ്റ് ടു മർഡർ കിട്ടും? ഡൗട്ട് ചോദിച്ചോട്ടെ. 12 മാർക്ക് ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉള്ള ഏതൊക്കെ പോർഷൻസ് ആയിരിക്കും ഒന്ന് പറയാമോ? വരാൻ സാധ്യതയുള്ള ഒരു ഏരിയ ഇതാണ്, കൾപ്പബിൾ ഹോമിസൈഡിന്റെ ആ ഏരിയ, മർഡറിന്റെ ഏരിയ. പിന്നെ അതിന് കുറച്ചുകൂടി ഞാനിപ്പോ ജസ്റ്റ് എക്സാമിനേഷൻ പോയി എന്നിട്ട് ഞാൻ 135-140 സ്ലൈഡ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവിടെയൊക്കെ നിങ്ങൾ എഴുതുമ്പോൾ കേസ് ലോസിലൂടെ എഴുതണേ കേട്ടോ. കേസ് ലോ പിന്നെ എന്റെ കുറച്ച് കേസ് ലോസ് ഞാൻ തരാം. കേസ് ലോസ് ഗ്രൂപ്പ് നിങ്ങൾക്ക് തരാം. അപ്പൊ കൾപ്പബിൾ ഹോമിസൈഡും മർഡറും ചോദിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ ഡിഫമേഷൻ എസ്സേക്ക് സാധ്യതയുള്ള സംഭവം, ഡിഫമേഷൻ സംഭവങ്ങൾ എസ്സേക്ക് സാധ്യതയുണ്ട്. പിന്നെ ഒഫൻസസ് അഫക്റ്റിംഗ് ഹ്യൂമൻ ബോഡി അങ്ങനെ ചോദിക്കാം, എസ്സേക്ക് സാധ്യതയുണ്ട്. പിന്നെ ഇതിനകത്ത് എസ്സേക്ക് സാധ്യതയുള്ള ഈ പറഞ്ഞ സംഭവത്തിനകത്ത് എസ്സേ കൊടുക്കാൻ മാത്രം സൈബർ ക്രൈം ആണെങ്കിൽ എസ്സേ ചോദിക്കാം, എന്തൊക്കെ സൈബർ ക്രൈം ചോദിക്കാം. പിന്നെ KMCT പിള്ളേരുണ്ടല്ലോ ക്ലാസ്സിൽ, മെസ്സേജ് വന്നിട്ടുണ്ട്. KMCT പിള്ളേരുണ്ട്, സന്തോഷം കേട്ടോ. ഞാനത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ കയ്യിലുണ്ടോ? എന്റെ കയ്യിലുണ്ട്, ഞാൻ ചോദിച്ചത് നോക്കാം. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ സെൻഡ് ചെയ്യാം കേട്ടോ. പ്രീവിയസ് ഇയറിൽ ഇങ്ങനെ സൈബർ ക്രൈമിനെ പറ്റിയിട്ട് സൈബർ ക്രൈം ഉണ്ടായില്ല. സൈബർ ക്രൈം ഫസ്റ്റ് ടൈം ആണ് നമുക്ക് വരുന്നത്. പിന്നെ സാധാരണ സൈബർ ക്രൈം സെപ്പറേറ്റ് പേപ്പർ ആയിട്ട് ഉണ്ടായിരുന്നു നമുക്ക് ചില ക്ലാസ്സുകളിൽ. സൈബർ ക്രൈം ഇപ്പതില്ല. അപ്പൊ സൈബർ ക്രൈം എസ് ചോദിക്കാം, പക്ഷെ സൈബർ ക്രൈം ചോദിക്കാൻ ജനറൽ ആയിട്ട് എഴുതാം കേട്ടോ. നിങ്ങൾക്ക് അനുഭവങ്ങളൊക്കെ വെച്ച് ധാരാളം സംഭവങ്ങൾ വെച്ചുകൊണ്ട് എഴുതാം. ചോദിക്കൂ, അതിന് മാത്രം ഉണ്ടോ? അതിനകത്ത് നമുക്ക് വന്നിട്ടുണ്ടോ? ഇല്ല, ഈ നിങ്ങൾ സിലബസ് റേപ്പ് ഒന്നും ഇല്ലല്ലോ, സിലബസിനകത്ത് ഇല്ലല്ലോ. റേപ്പ് ഉണ്ട്, റേപ്പ് ഉണ്ടോ? അങ്ങനെ സാധനം സിലബസിലുണ്ടോ? അങ്ങനെ കാര്യം ചെയ്യാം. റേപ്പുമായി ബന്ധപ്പെട്ട് കുറച്ച് സ്ലൈഡ്സ് ഉണ്ട്. ഞാൻ കുറച്ച് സ്ലൈഡ്സ് അയച്ചു തരാം കേട്ടോ. ഞാൻ റേപ്പ് ഞാൻ നോക്കിയപ്പോ കണ്ടില്ല. ഉണ്ടല്ലേ? എനിക്കൊരു ഇമ്പോർട്ടന്റ് ആയിട്ട് തയ്യാറാക്കുന്ന കുറച്ച് സാധനങ്ങൾ സ്റ്റുഡന്റ് അയച്ചതാണ്, ക്വസ്റ്റ്യൻസ് അയച്ചതാണ്. അതായത് റേപ്പ് യൂണിറ്റ് 2 റേപ്പ് ഉണ്ട്, ഉണ്ടല്ലേ? റേപ്പ് ഇൻഫാന്റിസൈഡ് ഉണ്ട്. ഓക്കെ 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 ഓക്കെ. റേപ്പ് ആണെങ്കിൽ സ്കോപ്പ് ഉണ്ട് കേട്ടോ. റേപ്പ് മാത്രമേ ഉള്ളൂ, സ്ത്രീകളുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ റേപ്പ് മാത്രമേ ഉള്ളൂ. പിന്നെ ബൈഗമി, അഡൽട്ടറി സാർ പറഞ്ഞു. പിന്നെ ക്രൂവൽറ്റി ബൈ ഹസ്ബൻഡ് ആൻഡ് റിലേറ്റീവ്സ് ഉണ്ട്, ഡൊമസ്റ്റിക് വയലൻസ് ഉണ്ട്. ഓക്കെ 498A ഉണ്ട്. ഓക്കെ 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 യെസ് യെസ്. അങ്ങനെയാണെങ്കിൽ അത് സ്കോപ്പ് ഉണ്ട്. പിന്നെ ഒഫൻസസ് റിലേറ്റഡ് റിലീജിയൻ വരുന്നുണ്ട്. അത് ഫസ്റ്റ് ടൈം ആണ് അല്ലേ? റിലിജിയൻ എന്റെ കയ്യിൽ കുറച്ച് സൈഡ് അയച്ചത്. റിലിജിയനുമായി വന്ന സൈഡ് ഉണ്ടെങ്കിൽ തോന്നുന്നു, കുഴപ്പമില്ല. മുമ്പ് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്.
2024 ക്വസ്റ്റ്യൻ പേപ്പറിൽ ആ ചോദ്യം ചോദിച്ചിട്ടുണ്ട് 12 മാർക്കിന്. റിലിജനോ? അതെ. ഓക്കെ. വാട്ട് ആർ ദ ഒഫൻസസ് റിലേറ്റിംഗ് ടു റിലീജിയൻ അണ്ടർ ഇന്ത്യൻ പീനൽ കോഡ്? ഞാൻ കാര്യം ചെയ്യാം, ഞാനത് ഉള്ള സൈഡ്സ് അയച്ചുതരാം. റിലിജനുമായി ബന്ധപ്പെട്ട് അത് പുതിയ വന്ന് ചേർന്നതാണ്, മുമ്പ് ഉണ്ടായിരുന്നില്ല. പിന്നെ കുറച്ച് പീനൽ കോഡിൽ ചില ഭാഗങ്ങൾ പറയുന്നുണ്ട്, റിലീജിയസ് സ്ഥാപനങ്ങളെ പിന്നെ മതസ്പർദ്ധ നടത്തുന്നത് സംസാരിക്കാതിരിക്കുക, റിലീജിയസ് സ്ഥാപനങ്ങളെ അപമാനിക്കുന്ന വിധത്തിലുള്ള അങ്ങനെ കുറച്ച് സെക്ഷൻസ് ഉണ്ട്. ഇതിലുണ്ടോ നോക്കട്ടെ. ഞങ്ങൾക്ക് അത് മൊത്തത്തില് BNS തന്നെയല്ലേ ചോദിക്കാം, ഇനി IPC എന്ന് പറഞ്ഞിട്ട് ചോദിക്കണ്ടാവില്ലല്ലോ? ഇല്ല, BNS തന്നെയാണ്. IPCയിലുള്ള സെക്ഷൻ മാത്രമേ വ്യത്യാസമുള്ളൂ, ബാക്കി കണ്ടന്റിലൊന്നും വലിയ മാറ്റമില്ല, ഒക്കെ സെക്ഷൻ മാത്രമേ മാറ്റുള്ളൂ. BNS ഇതുപോലെ ഇങ്ങനെ ചെറിയ ചെറിയ സാധനങ്ങള്, മോബ് ലിഞ്ചിങ്, സ്നാച്ചിങ്, അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ ആഡ് ആയിട്ടുണ്ടല്ലോ. അല്ല, അതൊന്നും സിലബസ് വന്നിട്ടുണ്ടോ? മോബ് ലിഞ്ചിങ് വന്നിട്ടുണ്ടോ? ഇല്ല, പക്ഷെ ഇപ്പോഴും ഈ PDF-നകത്ത് വരുന്ന PDF-കളിലും PPT-യിലും ഒക്കെ അത് കണ്ടുണ്ട്. സിലബസിലുണ്ടോ സാർ? മോബ് ലിഞ്ചിങ് ഫസ്റ്റ് സെമ്മിൽ ഉണ്ടായിരുന്നുള്ളൂ, സെക്കൻഡ് സെമ്മിൽ ഇല്ല. ഇല്ല ഇല്ല, അങ്ങനെ ആക്സസ് കണ്ടിട്ടില്ല. പക്ഷെ ബുക്സിലും ഈ റെഫർ ചെയ്യുന്ന സാധനങ്ങളിലൊക്കെ കാണുന്നുണ്ട്. അതിനെ ചോദിച്ചാൽ അങ്ങനത്തെ കുറെ പുതിയ പുതിയ സാധനങ്ങൾ സിലബസ് മാത്രം നോക്കിയാൽ മതി കേട്ടോ. പിന്നെ സിലബസിലെ ഫസ്റ്റ് യൂണിറ്റില് ഒഫൻസസ് റിലേറ്റിംഗ് ടു റിലീജിയൻ ഉണ്ട്, ബ്ലാസമി ഉണ്ട്, റിലീജിയസ് ഇൻസൾട്ട്സ് ഉണ്ട്. ഓക്കെ, മനസ്സിലായി. പിന്നെ ആ ഭാഗം ആരെങ്കിലും നോട്ട് ഉണ്ടോ, കാര്യം എന്തെങ്കിലും ഉണ്ടോ? അതിനകത്ത് പിന്നെ ഡേഞ്ചറസ് ആനിമൽസിന്റെ ഉണ്ട് സർ, കീപ്പിംഗ് ഡേഞ്ചറസ് ആനിമൽസ് അതുണ്ട്. നോട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ ആ ഭാഗങ്ങൾ നോട്ടും കൂടി ഉണ്ടെങ്കിൽ ഗ്രൂപ്പ് ഇടാവുന്നതാണ്. നോട്ട് ഉണ്ടെങ്കിൽ എന്റെ കയ്യിലുള്ള സ്ലൈഡുകൾ ഉണ്ടാക്കിയിട്ടുള്ള 140ഓളം സ്ലൈഡുകൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂ കൺസെപ്റ്റ് മാത്രം മനസ്സിലാക്കാൻ വേണ്ടി സ്പീഡ് ഉണ്ടാക്കിയതാണ്. അത് കൂടാതെ വിശദമായിട്ടുള്ള കുറച്ച് സ്ലൈഡുകളുണ്ട്, എല്ലാം ഇല്ല, ഉള്ള ഞാൻ ഗ്രൂപ്പ് ഇട്ടുതരാം കേട്ടോ. പിന്നെ ബാക്കിയുള്ള ആളും ഉള്ള നോട്ട്സോ സ്ലൈഡ് ഉണ്ടെങ്കിൽ ഗ്രൂപ്പ് ഷെയർ ചെയ്താൽ ബാക്കിയുള്ളവർക്ക് യൂസ്ഫുൾ ആവും. അത് KMCT-ക്കാരായാലും തൃശ്ശൂർക്കാരായാലും കോഴിക്കോടായാലും ഒക്കെ അത് ഷെയർ ചെയ്യുകയാണെങ്കിൽ, നിങ്ങൾക്ക് കിട്ടിയ നോട്ട്സ് ഷെയർ ചെയ്യുകയാണെങ്കിൽ ബാക്കിയുള്ളവർക്ക് ഉപകാരപ്പെടും. ഓക്കെ, ഞാനിപ്പോൾ തന്നെ അയച്ചുതരാം, എൻ്റെ കയ്യിലുള്ളത് അയച്ചുതരാം കേട്ടോ. കുറച്ചുണ്ട്, എല്ലാം കൂടി ഒരു 300-400 സ്ലൈഡ് ഉണ്ടാവും. അതിനകത്ത് ഞാൻ പണ്ട് പഠിപ്പിച്ചിട്ടുണ്ട്. അതിനകത്തൊക്കെ സെക്ഷൻ IPC എന്നാവും. ആ ഭാഗങ്ങൾ കറസ്പോണ്ടിങ് ആയിട്ടുള്ള BNS നോക്കണം. നിങ്ങൾ BNS എഴുതിയാൽ മതി കേട്ടോ. ഓക്കെ, വൈൻഡപ്പ് ചെയ്യട്ടെ, 1.5 മണിക്കൂറായി. ഓക്കെ, താങ്ക് യു സർ. ഓക്കെ, താങ്ക് യു, ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാം.